വെൽക്കം ബാക്ക് ടു ഇയർ എപ്പിസോഡ് ഓഫ് ഇൻലെസ് പോഡ്കാസ്റ്റ്. അൽ ഹബീബി, ഞാൻ നിങ്ങളുടെ സ്വന്തം അൽ ഷെയ്ഖ് കാർത്തിക് സൂര്യ ദുബായിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് അഖിൽ ദാസ്. അല്ലെന്ന് പറയാൻ അല്ലെന്ന് പറയാൻ വന്നപ്പോഴാണ് ഇൻട്രോ വേണ്ട, ഇരുന്ന് അഴിവണോന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിലെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് ബിനു. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീകാന്ത്. അപ്പൊ അൽ കാർത്തിക് എങ്ങനെയുണ്ട്? ഒരു ഭയങ്കര സന്തോഷമാണ്. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ നാലുപേരുമായിട്ടിരിക്കുകയാണ്. കുറെ നാളായി. കാരണം ഗസ്റ്റ് ഉള്ളപ്പോഴേ ഞാൻ വരാറുള്ളൂ. ഇപ്പം നമ്മൾ നാലുപേരുമായിട്ടിരിക്കുമ്പോൾ ഒരു സന്തോഷം. അവിടെ ഇരുന്ന് സന്തോഷം. 26 ദിവസം അല്ലേ? 26 ദിവസം വീട്ടിൽ നിന്ന് പോയിട്ട് 26 ദിവസമായിടാ. ആൾക്കാർ പറയും 26 ദിവസം. ഞങ്ങൾ 2 വർഷമായിട്ട് പുറത്താണ്. ഞാനും 1 വർഷം 2 വർഷമൊക്കെ മാറി നിന്നിട്ടുണ്ട് പഠിക്കണ സമയത്ത്. എന്നാലും ഒരു 26 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് വരുമ്പോൾ നമുക്കൊരു ഫീലാണടാ. വീട്ടിൽ വരുമ്പോ ഒരു ആശ്വാസം. അതെ, ഒരു ഹോംലി ഫീൽ എപ്പോഴും വരുമല്ലോ അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ. ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ദുബായില് പൊളിക്കായിരുന്നു. മിസ് ചെയ്തായിരുന്നു എനിക്ക് തോന്നിയില്ല. ഒരിക്കലും ഇല്ല. എനിക്കത് ദുബായ് വിശേഷങ്ങളൊക്കെ പറയൂ. എടാ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ദുബായി പോയപ്പോഴത്തേക്കും മന്തി നിന്നിട്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പം ദൂരെ നിന്നിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടെന്നുള്ളതല്ലാതെ ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഇപ്രാവശ്യം ഒരാഴ്ചത്തെ ടൈം എടുത്ത് ഞാൻ പോയി. ഇപ്രാവശ്യം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അലമ്പും ബഹളവും മാത്രമേ നടന്നോളൂ അവിടെ. എടാ എനിക്ക് ബുർജ് ഖലീഫയുടെ മണ്ടേ കയറണമെന്നുണ്ടായിരുന്നു. അപ്പം അതിന് നേരത്തെ ബുക്ക് ചെയ്യണം. അതിന് ബുക്കിംഗ് ഫുള്ളായിരുന്നു. സ്കൈ ഡൈവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിന് 2 ആഴ്ച മുന്നേ ബുക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു പോയ പല സാധനങ്ങളും നടന്നില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് കുറച്ച് പ്ലാൻഡ് ആയിട്ട് പോയി അതൊക്കെ ചെയ്യണമെന്നുണ്ട്. ബട്ട് അതല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു ദുബായ് ലൈഫ് മൊത്തത്തിൽ ശശി എന്റെ മോനെ ആ ദുബായ് ട്രിപ്പ് അത്രയും കളർഫുൾ ആയത് ഒറ്റ കൊണ്ടാണ്. കാരണം സെയിം വൈബിൽ അങ്ങ് അലമ്പി നടന്നോളൂടാ. അപ്പൊ നമുക്കും ഒരു ഉന്മേഷമാണ്. അവന്റെ ഈ നിർത്താത്ത വായോണ്ട് അടയ്ക്കൂല. അവനിങ്ങനെ നിർഗളം വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവൻ ഇത്രയും തൊലിക്കെട്ടി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ്. ഷർട്ടൂരി നടക്കണ്. മറ്റേ പുള്ളിക്കാരുണ്ടല്ലോ സാബുണ്ണ അവിടെ ഇറങ്ങി ഓടണുണ്ട്. സാബുണ്ണ ചില സമയത്ത് എനിക്കിങ്ങനെ ഫീൽ ആവുന്നു. അണ്ണന്റെ ശരീരം തൊലിയൊക്കെ ഇങ്ങനെ ഉരിഞ്ഞു പോണത്. കാരണം മറ്റേ ഫ്ലൈറ്റ് കയറിയപ്പോ തൊട്ട് തുടങ്ങിയാണ്. ഫ്ലൈറ്റ് കയറിയപ്പോഴത്തേക്ക് ഗെറ്റ് വെൽ സൂണിന്റെ കാർഡ് എടുത്ത് കാണിച്ചിട്ട് ചേട്ടാ ഫ്ലൈറ്റിന് വയ്യ ഗെറ്റ് വെൽ സൂണെന്ന്. എന്നിട്ട് എയർ ഹോസ്റ്റസ് വരുമ്പോ ഇവൻ ചിലപ്പോ ഇവൻ മറ്റേ എയർപോർട്ട്സ് എടുത്ത് എങ്ങാണ്ട് ചെവി വെച്ച് അത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ പറയണ എല്ലാം ഉറക്കം. അപ്പൊ ആ ഏരിയ ഇരിക്കണവർക്കെല്ലാം നമ്മളെ നല്ലതായിട്ട് മനസ്സിലായായിരുന്നു. ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഗൾഫിലോട്ട് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ച അവൻ പുതിയ ആൾക്കാരോട് അങ്ങനെ പെട്ടെന്ന് സംസാരിക്കൂല. അങ്ങനെയാണ് അവൻ പണ്ട് പറഞ്ഞിരുന്ന. ഞാൻ അങ്ങനെ സംസാരിക്കൂല പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തായ്ലാൻഡിൽ നിന്നൊക്കെ 2 പെമ്പിള്ളേർ വന്നപ്പോഴത്തേക്ക് നമ്മള് സെറ്റ് ഇങ്ങനെ നമ്മൾ സെറ്റ് ആയെന്ന് ഇടയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. എടാ ഞാൻ പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ട, ഓരോ ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ വില നോക്കാതെ സാധനം എടുക്കാൻ പറ്റണമായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതിപ്പോ നാട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്കും വില നോക്കൂലായിരുന്നു. അവിടെ ചെന്നിട്ട് എല്ലാ കടയിലും വില നോക്കിയിട്ട് സാധനം തൊട്ടോളൂ. ഇവിടോ എന്തൊരു പൈസ ഇടോ പൈസ ഇങ്ങനെ. സത്യം അവിടെ ജീവിക്കണമെങ്കിൽ അവിടത്തെ സൈസ് ഇൻകം കൂടെ വേണം കേട്ടാ. അതാണോടാ അവിടുത്തെയും ഇത്തിരി നല്ല നല്ലോണം വേണം. അതെ, അവിടത്തെ ഒരു TV ആങ്കറൊക്കെ ആണെങ്കിൽ അവിടത്തെ മോളുകളിൽ കയറി ഇങ്ങനെ സാധനം വാങ്ങിച്ചു നടക്കാം. ഇവിടത്തെ TV ആങ്കറിന് അവിടെ പോയി വാങ്ങിക്കണ കുറച്ച് പാടാണ്. ആ മോളില് ടിക്കറ്റ് ഉണ്ടോ കയറണമെങ്കിൽ? ടിക്കറ്റ് ഒന്നുമില്ലടാ, ടിക്കറ്റ് ഒന്നുമില്ല. എല്ലാവരും സംശയിച്ചു. പെട്ടെന്ന് അക്വേറിയം ഒക്കെ ഉണ്ടല്ലോ, അക്വേറിയത്തിൽ കയറണ ടിക്കറ്റ് ഉണ്ട്. 299 ദിർഹം. അത് കുറച്ച് നല്ല പൈസ ആണല്ലോ. അതെ. ഇപ്പം ഞാൻ അത് കയറാൻ പോയപ്പോഴത്തേക്കും സ്ഥലം പറഞ്ഞ് അത് അറ്റ്ലാന്റിക് സിറ്റിയാ.
അങ്ങനെ എന്തൊരു ഒരു സ്ഥലമുണ്ട്. അവിടെ ഇതിനേക്കാളും വലിയ അക്വേറിയാണ്, ഇത്ര റേറ്റും ഇല്ല. അവിടെ പോവാ, എന്നിട്ട് അവിടെ കൊണ്ടുപോയില്ല. വേറെ ഇത് പണ്ട് കൊച്ചിലെ അമ്മമാരൊക്കെ അവിടെ വേറെ നല്ല ബലൂൺ കിട്ടും. കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ നല്ലത് കിട്ടും. കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ എന്നിട്ട് അവസാനം വീടെത്തും. സാബു അണ്ണ ഭയങ്കര കംഫർട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ സാബുവിൻ്റെ കൂടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അണ്ണ റൂമിൽ തന്നെ ഇരിക്കും. പക്ഷെ ഇവനും കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടുകൂടെ ചാടി കയറി പുറത്തിറങ്ങി അലമ്പി അങ്ങ് നടക്കും. പിന്നെ സനത്തിന്റെ ഹസ്ബൻഡ് നല്ല രസം. അവര് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ദുബായ് മൊത്തം സത്യം പറഞ്ഞ എന്നെ കൊണ്ടു നടന്ന് കാണിച്ചത് അവർ രണ്ടുപേരും കൂടെയാണ്. ഇക്കയ്ക്ക് പിന്നെ വർക്കും കൂടെ ഉള്ളത് കൊണ്ട് സനം ആണ് കൂടുതലും. മൊത്തത്തിൽ അലമ്പി നടന്നടാ, എൻജോയ് ചെയ്ത്. ആ പുള്ളിക്കാരി നല്ല കഷ്ടപ്പെട്ട് അവസാനം ഇരുന്ന് ഇങ്ങനെ വിഷമിച്ച് നടക്കണം. നല്ല സഹിച്ചടാ. വീട്ടില് വന്ന് കയറുകയും ചെയ്ത് ഇറക്കി വിടാനും വയ്യ. നിങ്ങളിങ്ങനെ ഒരു ടാക്സി പിടിക്കാനായിട്ട് ഇങ്ങനെ നടക്കുമല്ലോ, അതിൽ അവരുടെ മുഖത്ത് കാണാം. എടാ അതെന്താണെന്ന് അറിയാവോ, നമ്മൾ ദുബായ് മോളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും സനത്തിന്റെ ഹസ്ബൻഡ് ഷിവിൻക വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ അവിടെ 35 മിനിറ്റ് എടുക്കും, ട്രാഫിക്കിലാണ്, ഞാൻ അങ്ങ് വരാം, വന്നിട്ട് നിങ്ങളപ്പോൾ കൊണ്ടുവരാമല്ലോ. അപ്പോൾ സാബുണ്ണ ഒരു വിധത്തിൽ സമ്മതിക്കൂല. സനം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് ഫ്രണ്ടിൽ നമുക്ക് ടാക്സി കിട്ടും, അവനെ എന്തിനാണ് ഇത്രയും ദൂരം വിളിച്ചു വരുത്തുന്നത്, വരണ്ട എന്നും പറഞ്ഞിട്ട്. അപ്പം സനം ഇവിടെ തലയൊക്കെ വെച്ച് പറയണ ഇല്ല, ഇവിടെ അതേ കണക്കല്ല, ടാക്സി നിർത്തൂലെന്ന്. അണ്ണ ഒരു വിധത്തിൽ സമ്മതിക്കൂല. അണ്ണ ടാക്സിയിലെ പോവും. മറ്റേ വിസിലടിക്കുമ്പം ഓട്ടോ നിർത്താൻ സെറ്റപ്പാണെന്ന് വിചാരിച്ചു. അല്ലെ പുള്ളി മറ്റേ ഏതൊരു മറ്റേ നിർത്താത്ത സ്ഥലത്ത് നിന്നിട്ട് ഞാൻ ഇവിടെ നിർത്തിക്കും പറഞ്ഞ് ഇവിടെ നിർത്തി 500 തരാൻ അതെന്റെ അടുത്ത് പറഞ്ഞു. എക്സ്പ്രഷൻ അയ്യോ അതെന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. എടാ എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളാണെങ്കിൽ ആദ്യം ഒരു റോഡ് ക്രോസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ കുറെ മറ്റേ ഇതുണ്ടല്ലോ വണ്ടികൾ, ബസ്സുകൾ പാർക്ക് ചെയ്തിട്ട് തന്നെ പാർക്കിംഗ് ഗറാജിലൂടെ നടന്നുപോയി. സാധനത്തിനാണെങ്കിൽ വയ്യ നടക്കാം. അവൾ പറഞ്ഞു അവൾക്ക് നടക്കാൻ വയ്യാന്ന്. അവൾ പറഞ്ഞു അവൾ ഗൾഫിൽ പോയി 13 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും നടന്നത്. എന്നിട്ട് കൊണ്ട് നടത്തിച്ചതാ. അവസാനം പിന്നെ വേറെ ഏതോ ദുബായ് മോളും കഴിഞ്ഞ് അടുത്ത ഏതോ ഒരു ജംഗ്ഷൻ എത്തി. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഏതിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ എത്തിയപ്പോഴാണ് ഒരാൾ നിർത്തിയത്. അതും സാധനം മറിഞ്ഞു വീഴാൻ പോയപ്പോ ആ ടാക്സിക്കാരൻ ചവിട്ടിയതാണ്. അപ്പൊ തന്നെ ടാക്സിക്കാരൻ ഞങ്ങള് അത് അയ്യോ അതില് പാവം അവള് തളർന്നു പോയി. ടെമ്പറേച്ചർ എത്ര? എടാ ഇപ്പൊ വലിയ ടെമ്പറേച്ചർ നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു നവംബർ ഡിസംബറിൽ അവിടെ വിന്റർ തുടങ്ങുകയല്ലേ. അപ്പം തണുപ്പ് കാലാവസ്ഥ, നമുക്ക് അധികം ചൂടൊന്നും വരത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോഴത്തേക്കും പക്ഷെ അൽഫാമാകണ ചൂടാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചൂട് കൊണ്ട് വെന്തുരുവി പൊള്ളി അഴിവും. പക്ഷേ ഇത് അടിപൊളിയാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണ് ടിക്കറ്റിന് റേറ്റ് കൂടുതൽ. അത് മറ്റേ വെക്കേഷൻ ടൈം എങ്ങാണ്ടായിരുന്നു പിള്ളേരുടെ. പക്ഷെ ഇപ്രാവശ്യം റേറ്റ് നല്ല കുറവായിരുന്നു. ഒരു ടിക്കറ്റിന് 8,000-9,000 രൂപ എങ്ങാണ്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയെ കൂടും. ഇനിയിപ്പം ഡിസംബർ പിന്നെന്തോ ഇത് വരൂലേ മറ്റേ ഫെസ്റ്റിവൽ, അതിപ്പോ തുടങ്ങാറായല്ലോ. മറ്റേ ദുബായ് അതല്ലേ ഷോപ്പിംഗ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, അതേപോലത്തെ ഒരു ദുബായ് ഫെസ്റ്റിവൽ ഉണ്ടല്ലോ. അവിടെ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ ദുബായ് ഷോപ്പിംഗ് ഗ്രാൻഡ് കേരള. അതല്ലേ ഫേമസ് ഒരു ദുബായ് ഒരു ഷോപ്പിംഗ്. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം പോയി കഴിഞ്ഞാൽ. എടാ പിന്നെ 8,000 രൂപയുള്ളൂ. അത് പറയാം 8,000 രൂപയുള്ളൂ ഇപ്പൊ ടിക്കറ്റിന്. തിരിച്ചു വരാനെങ്ങാണ്ട് 7,500 രൂപ ടിക്കറ്റ്. 15 രൂപയുള്ളൂ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ട്രാവല് ടിക്കറ്റ് ഞാനാണ് എല്ലാവരും എടുത്തത്. എന്നാലും ലാഭമാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾക്ക് എന്തോ അത് 3,000 അല്ല 8,000 അങ്ങനെ 3 പേർക്കും കൂടി എന്തോ എനിക്ക് ഞാൻ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ട്രാവൽ ഏജൻസി അല്ല, മറ്റേ ഈ എമൗണ്ട് ഒക്കെ കൂടി അണ്ണം പറയണം. അപ്പൊ ഞാൻ അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്കും ബില്ല് എനിക്ക് അയച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്ത അവന്റെ പ്ലാൻ നമുക്ക് ചാർട്ട് ചെയ്യാം. ഞാൻ അവിടെ ചോദിക്കില്ല. ഇത് 1.5 ലക്ഷം. എടാ ഞാൻ അവിടെ വെച്ച് പറഞ്ഞതല്ലോ, നിങ്ങൾ കേട്ടായിരുന്നു? ഇതില് പോയതല്ലേ എടാ ഡാൻസ് ബാറിൽ പോണോ അളിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ്. നമ്മൾ ഇവിടത്തെ ബാറിൽ പോകുമ്പോഴത്തേ എന്താണ്, വെള്ളം അടിക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോൻ നോക്കിയിരിക്കുക, അഴിവൽ പരിപാടി. പക്ഷെ ഇതാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോൻ നോക്കണ്ട, നമ്മൾ ഇങ്ങനെ ഇരിക്കും, അവള് ഡാൻസ്. അപ്പൊ നമുക്ക് കണ്ടോണ്ടിരുന്ന് വെള്ളം അടിക്കണമെങ്കിലും കാര്യം പറയണമെങ്കിലും ഒക്കെ അത് ഭയങ്കര രസമാണത്. പിന്നെ എന്തോ കിരീടം വെക്കണ കാര്യം എന്തോ പറഞ്ഞായിരുന്നു.
ഒരു സെറ്റപ്പ് ഉണ്ടോ കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇപ്പം ഉല്ലാസോടെ ഡാൻസ് കളിക്കുകയാണെന്ന് വെച്ചാൽ അപ്പം ഉല്ലാസിൻ്റെ കൂടെ വേറെ 10 പേരുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടം പക്ഷെ ഉല്ലാസിന്റെ ഡാൻസ് ആണ്, ഉല്ലാസിന് ഇഷ്ടപ്പെട്ടു നമുക്ക്. അപ്പം എന്തെന്നറിയോ, നമ്മളാണെങ്കിൽ മറ്റേ അവിടെ ഇരിക്കണ മറ്റേ ഈ വെയിറ്ററിൻ്റെ അടുത്ത് പറയും ഉല്ലാസിന് അവൻ്റെ തലയിൽ ഒരു കിരീടം. അപ്പോഴത്തേക്കും ഇവരൊരു കിരീടം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ തലയിൽ വെക്കണായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ അവർക്ക് അപ്രീസിയേഷൻ കൊടുക്കുകയാണ്. അപ്പൊ അവര് വേണമെങ്കിൽ പൈസ ചെലവ് അല്ല വെയിറ്ററിന്റെ അടുത്ത് പറയുമ്പോ പൈസ കൊടുക്കണ്ടേ? പിന്നെ അത് ബില്ല് സെറ്റിൽ ചെയ്യുന്ന കൂട്ടത്തില് ആ സമയത്ത് നമ്മൾ കിരീടം വെക്കണ സമയത്ത് അറിയൂല. കിരീടത്തിനൊക്കെ എന്താ എടാ നമ്മൾ പോകുന്ന ഇതനുസരിച്ച് ഒരു കിരീടത്തിന് 100 ഏറ്റവും ലോസ്റ്റ് 100 200 അങ്ങാണ്ട് തൊട്ട് തുടങ്ങി 1000-5000 ദിർഹം വരെ ഒരു കിരീടത്തിന് വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. 1,00,000 രൂപ. അങ്ങനെ വരുന്ന സ്ഥലങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ പോകുന്ന സ്ഥലം അറിഞ്ഞ് കിരീടം വെക്കുക. അല്ലെങ്കിൽ കിരീടം വെക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. നമുക്ക് കുറച്ച് പിറകിരുന്ന ഫ്രീ ആയിട്ട് കിരീടം വെക്കണ കാണാം. നമുക്ക് ഫസ്റ്റ് റോ സീറ്റ് കിട്ടൂലെന്നേ ഉള്ളൂ. അല്ല പക്ഷെ എന്നാലും കിരീടം വെക്കണ കണ്ടോണ്ടിരിക്കണേന് നല്ലതെന്ന് തോന്നുന്നു. അല്ല ഇപ്പൊ ഈ കിരീടം വെക്കാനുള്ള ഈ ഇപ്പം ഉല്ലാസിന്റെ അടുത്ത് പറയൂലേ കാർത്തിക്കാണ് പറഞ്ഞത് കിരീടം വെക്കണമെന്ന്, അങ്ങനെയൊന്നും പറയും? അത് പറയുമ്പോ അടുത്ത് വരും. എന്നിട്ട് കുറച്ച് ഡാൻസ്. ഇതെന്താ ഡാൻസ് കളിക്കും. ഇത് ചെങ്കോല്. ആദ്യം പറഞ്ഞു വെള്ളം ഒടിക്കണ അത് അഴിവൽ പരിപാടിയിൽ നമ്മൾ നോക്കുക. അത് മാത്രം. പിന്നെ കിരീടമായി അടുത്ത് വരും. എന്നിട്ട് രണ്ടാമത് എവിടെ പോയിട്ട് വീഡിയോ കാണിച്ചില്ല എന്ന് പറയണുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട്. അവിടെ പോയായിരുന്നു. എടാ അപ്പം കിരീടം വെക്കാം, മാല കൊടുക്കണ സെറ്റപ്പ് ഉണ്ട്. അപ്പം ഈ നിക്കണേല് ഒരു 2 പെമ്പിള്ളേർക്ക് എങ്ങാണ്ട് ഡാൻസ് കളിക്കാൻ അറിയാവും, പ്രോപ്പർ ആയിട്ടുള്ള ഡാൻസ്. ബാക്കിയുള്ളവരൊക്കെ കുറച്ചൊന്ന് അത്യാവശ്യം ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ നിൽക്കുന്നതാണ്. ഒരു പ്രോ ഡാൻസർ ഒരു യൂട്യൂബ് ഡാൻസർ തമ്മിലുള്ള വ്യത്യാസം. ഡാൻസ് കളിക്കാൻ അറിയാന്നുള്ളവരും ഡാൻസ് ഒപ്പിച്ച് കളിക്കുന്നവരും. അപ്പൊ ഈ കിടിലൻ ഡാൻസ് കളിക്കാൻ അറിയാന്നുള്ളവർ എന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്ടാ. സത്യം പറഞ്ഞാൽ അവരുടെ ഡാൻസ് തന്നെ വേറെ ലെവലാണ്. അപ്പൊ ഞങ്ങൾ ആദ്യത്തെ ദിവസം പോയ ഇതിനകത്ത് അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഈ ടെക്കികളുടെ എന്തോ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പൊ അവരുടെ എന്തോ പാർട്ടിയാണ്. അപ്പൊ എനിക്ക് അവനെ ഓർമ്മ വന്നു. അപ്പൊ അതിൽ ഈ ഒരു മാമനാണെങ്കിൽ അവിടെ പോകുമ്പോ എന്തൊക്കെ അപ്പോഴത്തേക്കും ഇങ്ങേരാണെങ്കിൽ എടാ ഇങ്ങനൊരു കിരീടം വെപ്പ് വേറൊരു 10 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കിരീടം വെക്കുമ്പോ ഇവിടെ വന്ന് ആദ്യം ഡാൻസ് കളിക്കണമല്ലോ. അപ്പൊ മറ്റേ അങ്ങറ്റത്തിരിക്കണ വേറെ ഏതൊരു ഗ്രൂപ്പിലെ ആളാണ് ഈ പെട്ടെന്ന് അവിടെ ഡാൻസ് കളിക്കണം, അവിടെ എന്റെ ഡാൻസ് കളിക്കണം, ഒരു കിരീടം ഒക്കെ വെച്ചോടും. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങോട്ട് വരും. അപ്പം പിന്നെ പൈസ കൂടും കിരീടത്തിന്. അങ്ങനെ ഈഗോ ക്ലാഷ് കാരണം ഒരുപാട് പൈസ അവരവിടെ ഇറക്കും. ഡാൻസ് പഠിച്ചാൽ മതി. നീ പഠിച്ചിട്ട് കാര്യം. ബാറുകാരൻ കിരീടം കൊണ്ട് നല്ല കാശുണ്ടാക്കി. ഇതില് ഇത്ര കമ്മീഷൻ ബാറുകാർക്കും ബാക്കി ടിപ്പും ആയിരിക്കും. നല്ല വർക്കാണ് കേട്ടോ. പക്ഷെ ശരീരം ഇളകി അവര് തുടങ്ങണ പോലെ എന്റെ ഹാർഡ് വർക്കാണത്. പിന്നെ എടാ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ടെക്കി മാമൻ വന്നിട്ട് എടോ അങ്ങേർക്ക് വേണ്ടിട്ട് ഊവണ്ട മാമ പാട്ടുണ്ടല്ലോ, അതിലൊരു ഡാൻസ് കളിച്ച് എന്റെ അളിയാ. നിങ്ങള് വല്ല കിരീടം കൊടുത്ത ആർക്കെങ്കിലും? ഇല്ല, നീ ഒന്നും കൊടുത്തില്ലേ? 100 രൂപയ്ക്കുള്ള കിരീടം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് എടുത്തില്ല. പ്ലാവിലേക്ക് കളിച്ചിട്ട് ഇങ്ങനെ കൊരുക്കണം. ഈ കിരീടം ഒന്ന് പാസ് ചെയ്യും കൊടുത്തേരെ. നമ്മള് ഡാൻസ് കളിക്കാൻ കയറിയ ഒരു പബ്ബ് ഉണ്ടായിരുന്നു. അവിടെ ആക്ച്വലി കൊടുത്ത്. നമ്മളല്ല, നമ്മളെ കൂടെ ഇരുന്ന അണ്ണന്മാര് കൊടുത്തു. അതും അണ്ണന്മാര്. അണ്ണന്മാര് അവർക്ക് അവിടെ അത് അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട് കയറി കൊടുത്തു. അണ്ണ ഒന്ന് നീങ്ങി. എടോ അതില് ശശി അവിടെ ഡാൻസ് കളിക്കാൻ കയറിയിട്ടാ. ഇവനാണെ അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടൊരു പെങ്കൊച്ചിന്റെ ഷോളം കണ്ടെടുത്ത് ഇങ്ങനെ എന്റെ പോക്കറ്റ് ഇട്ടിട്ട് അവർ രണ്ടുപേരുടെ ഒരു ഡാൻസർ ഉണ്ടായിരുന്നു. അങ്ങനെ കളിക്കാൻ പറ്റും? അങ്ങനെ കളിക്കാൻ പറ്റൂല. ഇത് അത്ര പരിചയം ഒരു കോണ്ടാക്ട് ഉള്ള അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ ബൗൺസേഴ്സ് പൊക്കിക്കൊണ്ട് പുറത്തുകളാം. 2 ഇടിയും കിട്ടും വേണമെങ്കിൽ പോണായി. വെറുതെ അല്ല ശശി വരാത്തത്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ലത്തീഫിക്ക ശശിയുടെ ഡാൻസ് കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശശിക്ക് 2 കിരീടം വെച്ചു കൊടുത്തു. ശശിക്ക് 2 കിരീടം വെച്ചു കൊടുത്ത് ശശിയുടെ അടുത്ത് പുറത്തിറങ്ങിയപ്പോഴാ നീ നാട്ടിൽ പോണ്ടാ, നീ ഇവിടെ നിന്നാ മതി.
നീ നിനക്ക് ടിപ്പോട് കൂടി 2000 ദിർഹം ഞാൻ വാങ്ങിച്ചു തരും. അപ്പം ശശി ചേട്ടാ ഞാൻ ഇനി നാട്ടിലോട്ടില്ല, എല്ലായിടത്തും പറഞ്ഞു ഞാൻ ഇവിടെ സെറ്റ് ചെയ്താണ്. എന്നിട്ട് കൊട്ട വൈബ് കേട്ടാ. അപ്പം ഇവരുന്ന് രാത്രി ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 2000 ദിർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,000 44,000 രൂപ. അങ്ങനെ 30 ദിവസം ആകുമ്പോഴത്തേക്കും 10-15 ലക്ഷം രൂപയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു മാസത്തേക്കുള്ള പൈസ ഇല്ലേ ഈ പറഞ്ഞ 2000? എടാ അങ്ങേര് അന്ന് ദിവസത്തേക്കാണ് പറഞ്ഞത്. ഏകദേശം 1,00,000. ഞാൻ പറയണ സ്ഥലങ്ങളിലൊക്കെ നീ പോയാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് കുറച്ചാളയുമ്പോഴത്തേക്ക് ടിക്ടോക്കിൽ വരും. എന്നിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് ശശി ഇങ്ങനെ ഇരുന്ന് കണക്കൊക്കെ കൂട്ടിയിട്ട് ലത്തീഫിക്ക നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സത്യമാണ്. ആണ്ടാ ആ പറഞ്ഞു 2000 രൂപ ദിവസം കിട്ടുമോ? ഇല്ലടാ മാസം കിട്ടുമെന്ന്. ഡെയിലി എന്ന് പറഞ്ഞോണ്ടിറങ്ങിയ മനുഷ്യനാണ്. രാവിലെ ആയപ്പോ മാസമായി. 2000 മാസം ഉള്ളെങ്കിൽ പിന്നെ 12 ലക്ഷം ആവും. അയ്യോ അങ്ങനെ ഡാൻസ് ബാർ കിടന്ന് ഫുൾ പൊളിയായിരുന്നു. എന്നിട്ട് ഇക്ക നമ്മളെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഡാൻസ് ബാറിലൂടെ കൊണ്ടുപോയി രാത്രി. അതിന്റെ വീഡിയോ ഇട്ടില്ലല്ലേ? അതിന്റെ വീഡിയോ ഇട്ടില്ല. അത് നോർത്ത് ഇന്ത്യൻ ഒരു പബ്ബായിരുന്നു. അപ്പൊ അവിടെ ചെന്നിരുന്നപ്പോ ഞാൻ ജസ്റ്റ് റിലാക്സ് ചെയ്ത് അണ്ടിപ്പരിപ്പിൽ നിന്ന് ഡാൻസ് കണ്ടത് വിശ്വസിച്ച്. അല്ലടാ ഡാൻസ് കണ്ടുള്ളത്. ഇക്ക 2 കിരീടം കണ്ടു വെച്ചോളൂ. വീട്ടില് പറയാതിരിക്കും പോയത്. 2 കിരീടം വെച്ചത് ആരുടെ പറയല്ലേടാ. അയ്യോ പക്ഷെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പാകിസ്ഥാനി ഫുഡ് കഴിക്കാനുള്ളൊരു സ്ഥലത്ത് കയറി. അവിടെ നിന്ന് നല്ല 50 ദിർഹത്തിന് ഞങ്ങൾ 3 പേരും വയറ് വീർക്ക കഴിച്ചു. അവിടെ നാനുണ്ടല്ലോ, നാൻ ഫ്രീ ആണ്. നമ്മൾ കറി മാത്രം വാങ്ങിച്ചാൽ അവർ എത്ര നാൻ വേണമെങ്കിലും തരും. അപ്പം ഭയങ്കര ഈ അഫോർഡബിൾ ആയിട്ട് കഴിക്കണമെന്നുള്ളവരെല്ലാം അവിടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. 50 ദിർഹത്തിന് എത്ര പേര്? 3 പേര് കഴിച്ചു. 1000 രൂപ. അവിടെ അത് ഭയങ്കര അഫോർഡബിൾ ആണത് ഞാൻ കണ്ടത്. കാരണം അല്ലാത്ത കേരളത്തെ എല്ലാം നല്ല രീതിയിൽ എമൗണ്ട് 500 ദിർഹം 300-400 ദിർഹം ഒക്കെ ആവും. ചെറിയ ഇടലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ ഒരുപാട് ഇന്ത്യക്കാർ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പാകിസ്ഥാനികളുടെ കട ഒരു ചാച്ചയൊക്കെ ഉണ്ടായിരുന്നു. ചാച്ച എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ, അങ്ങനെയാണ് അവിടെ നിന്ന് സെർവൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് രാത്രി റൂമിലോട്ടെത്തി. അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്ത് അഡ്വഞ്ചർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്തില്ല. ടിപ്പിക്കലി ടൂറിസ്റ്റുകൾ പോയിട്ട് ചെയ്യണ സാധനങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ ദുബായിക്കാരെങ്ങനെയാണോ അവിടുത്തെ ലൈഫ് എൻജോയ് ചെയ്യണത് അതെല്ലാം ചെയ്തു. ഫുഡൊക്കെ ഒരുപാട് കഴിച്ചു. എടാ അതിലാണ് ഞാൻ സാറ്റിസ്ഫൈഡ് കേട്ടോ. കാരണം എനിക്ക് അഡ്വഞ്ചറിനെക്കാളും എനിക്ക് കുറച്ചുകൂടെ എനിക്ക് താല്പര്യം ഫുഡിനോടാണ്. നമുക്ക് ഫുഡിനോട് ഒരു ഇതുണ്ടല്ലോ. എടാ ബേസിക്കലി അറബിക് ആയിട്ടുള്ള ഡിഷസ് ഉണ്ടല്ലോ, കബാബ്. ഈ ഒരു കേക്ക് കഴിച്ചായിരുന്നല്ലോടാ മറ്റേ ആലിയ ഭട്ടിന്റെ. ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റി സാധനോടാ. അയ്യോ എന്തിനാണ് എല്ലിട്ടോ എല്ല് ഒരു കോമൺ ഈറ്റിയോ കടയുടെ പേര് ലെറ്റോയോ എല്ലിട്ടോയോ അങ്ങനെ എന്തോ കോൺഫിഡൻസ്. ഇവിടെ അത് മസ്റ്റ് ട്രൈ സാധനമാണ് കേട്ടാ. അത് സാധനം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ഒരു കേക്ക് കഴിക്കാം, രസം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ എന്തൊരു രുചിയാടാ അത് വാക്കകത്ത് വെക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ഇങ്ങനെ നമ്മുടെ നാക്കിലങ്ങ് മെൽറ്റായി ഇറങ്ങും. ഡ്രീം കേക്കിനെക്കാളും കൊള്ളാമോ? ഡ്രീം കേക്കൊക്കെ അതിന്റെ അടുത്ത് വെക്കാൻ കൊള്ളത്തില്ലടാ. അപ്പൊ ഈ ഹണി കേക്കോ എന്നിട്ട് നീ അതാണ് നമുക്ക് കൊണ്ട് തന്നത്. ദുബായ് എന്താണെന്നറിയാമോ? മറ്റേ ദിലീപ് ഓരോലും ഒരു സിനിമയിൽ ജയിലിൽ നിന്ന് വന്നിട്ട് ദുബായ്ക്കാരനെന്നും പറഞ്ഞിട്ട് അതിലാവുമ്പോ മറ്റേ ഡ്യൂട്ടി ഫ്രീയിൽ പോയി സാധനം വെച്ചിട്ടില്ലേ, അതുപോലെ അജ്മാലിൽ പോയിട്ട് അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പാണെങ്കിലും കുഴപ്പമില്ല, കപ്പലിന്റെ മുട്ടായും അലുവ വാങ്ങിച്ചിട്ട് ദുബായ് സ്പെഷ്യൽ. അത് അമ്മൂസിന് വാങ്ങിച്ചതാണ് ഞാൻ. അതിന്റെ ഇടയിൽ കൂടെ അതിലും അപമാനം. അപ്പൊ അതുമില്ല, എടാ ദുബായിൽ എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഒന്നും പറ്റിയില്ലടാ. എനിക്ക് ആകെപ്പാടെ ഒരു ആക്ഷൻ ഫിഗറിന്റെ സ്റ്റോറി കയറാൻ പറ്റി. നീ ചാനലിലെ ഒരു പേര് മാറിട്ട അനിമി എന്തെങ്കിലും ഒരു സാധനം അല്ലേ
അത് ശരിയാ. നീ എന്നിട്ട് അല്ല അത് ആക്ച്വലി ഉണ്ടല്ലോ ഞാൻ വേറൊരു ചാനൽ സെറ്റ് ആക്കാൻ പോണം അനിമയെ കുറിച്ച് സംസാരിക്കാൻ. ഞാനോട് അത് നല്ലതായിരിക്കും. കാരണം എനിക്ക് അതിനെ കുറിച്ച് വാദോരാതെ പറയാനുണ്ട്. അപ്പൊ എന്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് പറഞ്ഞുകൂടാ? കേൾക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കേൾക്കുമല്ലോ. അതുപോലെ ഈ കേൾക്കാൻ ആഗ്രഹം ഇല്ലാത്തവരൊക്കെ ഒരു റിലീഫും ആവും അത്. അതെ, അപ്പൊ അത് ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. പുതിയ ഒരു സംഭവം വരുന്നതായിരിക്കും. ഗസ് കുറെ ഉണ്ടത്. എന്തോ സാധനം പറയാൻ വന്നത്. എന്തോ അല്ല ഒന്നുമില്ല. എടാ ഇവിടെ ചെന്നപ്പോഴേടാ ഇതിപ്പം അനിമ എനിക്ക് മാത്രം അറിയാം. ബട്ട് അവഞ്ചേഴ്സും മറ്റേ മാർവലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന്റെ ഒക്കെ വലിയ വലിയ ഫിഗറുകളൊക്കെ ഉണ്ട്. എടാ ലൈഫ് സൈസ് അയൺമാൻ ഒക്കെ ഉണ്ടായിരുന്നു. 8 ലക്ഷം രൂപ. അതായത് ഒരു ഫുൾ ഒരു ശരിക്കുള്ള അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇല്ല ഒന്നും പോകില്ല. അങ്ങനെ 8 ലക്ഷം രൂപ. 8 ലക്ഷത്തിന് മറ്റേ മാസ്ക് തുറക്കുമായിരിക്കും, മാസ്ക് അടയും. അകത്ത് കയറാൻ പറ്റിയൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഊരാനൊക്കെ പറ്റുമോ? പ്ലേറ്റ് ആയിട്ടൊക്കെ. അത് നമുക്ക് ഊരി ഫിക്സ് ചെയ്യണ സാധനമാണ്. ഡിസ്മാൻഡിൽ ചെയ്തിട്ട് കൊണ്ട് ഫിക്സ് ചെയ്യണ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ടെക്നോളജി ഒന്നും ഇല്ലടാ. 8 ലക്ഷം ഇങ്ങനെ തൊട്ട് പറന്നു വന്നിരിക്കും. എടാ ഉമ്മിണിക്കുള്ള സാധനങ്ങൾക്ക് തന്നെ ഭയങ്കര വിലയാണ്. ഈ ഞാൻ വാങ്ങിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ക്വാളിറ്റി അല്ല, അതിന്റെ കുറച്ച് കുറഞ്ഞ വെർഷനാണ്. ഫസ്റ്റ് ക്വാളിറ്റിക്ക് അതിന്റെ തൊട്ട് സൈഡിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ക്വാളിറ്റിക്ക് എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് 400-600 ദിർഹമാണ്. ഞാൻ വാങ്ങിച്ചതിന് 200 ദിർഹമാണ്. അല്ല ഈ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒറിജിനൽ അല്ലല്ലോ. രണ്ടും ഒറിജിനൽ തന്നെടാ. മെറ്റീരിയലിന്റെ വ്യത്യാസം. രണ്ടും ബ്രാൻഡുകാർ അവർ ഇറക്കുന്നത് തന്നെയാണ്. ബട്ട് ഇത് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ളത്, കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടുള്ളത്. മറ്റത് കുറച്ചുകൂടെ ഹെവിയും ഇതൊക്കെ ആയിട്ടുള്ള സാധനമാണ്. ലൈസൻസ്ഡ് ആയിരിക്കും അല്ലേ അവരുമായിട്ട്? ഇത് ഫുള്ള് അവരുടെ കോപ്പിറൈറ്റ് വാങ്ങിച്ചിട്ട് ബ്രാൻഡുകാർ ഉണ്ടാക്കി ഇറക്കുന്ന സാധനമാണ്. അത് എനിക്ക് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരണമെന്നുള്ളത്. പക്ഷെ ഒരു ഭയങ്കര പൈസ ഇതിനൊക്കെ ചിലതിനൊക്കെ. അപ്പം അത് ആ ഒരു ഷോപ്പിൽ മാത്രമേ ഞാൻ കയറിയുള്ളൂ. പിന്നെ വല്യച്ഛന് വേണ്ടിയിട്ടൊരു കുപ്പി, അത് എവിടെ പോയാലും വല്യച്ഛന് സിൽവനിയർ ആയിട്ട് ഒരു സാധനം വേണം. ഇനി വല്യച്ഛൻ വാങ്ങാതിരിക്കാനാണെന്നുണ്ട് ഇവിടെ അത് ഇനി പറയരുത്. ജേഡി വേറെ സ്ഥലത്തുനിന്ന്. ഇത് ഞാൻ ബർബൻ ആ സാധനം മേടിച്ചു വരണം. ഇരു ചെവി അറിയാതെ എത്തിക്കണം. പിന്നെ മന്ദാകിനി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ട്. അത് കാനഡയില് മലയാളികൾ എന്തോ. ഞാൻ ഇങ്ങനെ പേര് വായിച്ചു നോക്കാം. മന്ദാകിനിയാ ഇതിന് നാടൻ പാറ്റെന്ന് എഴുതി വെച്ചേക്കണ്. അപ്പൊ എനിക്കൊരു കൗതുകം കൊണ്ട് അതൊരെണ്ണം. വേറെ ഒന്നുണ്ട്, ഇന്ദ്രി എന്ന് പറഞ്ഞ് ഇന്ത്യയില് ഒരു സ്കോച്ച് ഇറക്കിയിട്ട് മറ്റേ വേൾഡിലെ ബെസ്റ്റ് സ്കോച്ച് വിസ്കിയുടെ അവാർഡ് കിട്ടി ഇന്ദ്രി. അപ്പൊ ഇന്ത്യയിൽ സെല് ചെയ്യണുണ്ടോ? അത് ലിമിറ്റഡ് എഡിഷൻ ഒക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഒരു മയിലിന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട്. മന്ദാകിനി ഇന്ദ്രി തന്നെ എന്തോ ആൾക്കാർ ഇന്ദ്രി അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അത് വേറെ ഇന്ദ്രിയ സിനിമയല്ലേ? എന്തോ പേര് മാറിപ്പോയതാ. ഒത്തന്റിക് ടേസ്റ്റ് ഓഫ് മലപ്പുറം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് നിന്നുള്ള ഏതോ വാറ്റുകാര് കാനഡയിൽ പോയി സെറ്റിൽ ആയിട്ട് PR എടുത്തിട്ട് അവിടെ നിന്ന് തുടങ്ങിയ വാറ്റാവാനാണ് സാധ്യത. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ ഇതിന്റെ ഹിസ്റ്ററി. ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് മന്ദാകിനി അല്ലേ? മന്ദാകിനി അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ലിൻഡിന്റെ കുറച്ച് മുട്ട, അത് മറ്റേ അനിയത്തിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ച് പറഞ്ഞ സാധനങ്ങൾ. പിന്നെ ഒരു ലോഡ് സാധനം വാങ്ങാൻ ഉണ്ടായിരുന്നടാ. ബട്ട് എൻ്റെ ഫ്ലൈറ്റ് നേരത്തെ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ദിവസം ബുക്ക് ചെയ്തിരുന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഈ ദിവസമായിരുന്നു. അങ്ങനെ നേരത്തെ ആക്കിയല്ലോ, നീ താമസിച്ചു. അല്ല, ഞാൻ ഇന്ന ദിവസം പറഞ്ഞിരുന്നത്. അപ്പം സാബുണ്ണന്റെ ഫ്ലൈറ്റ് മിസ്സായി. അതിന്റെ അടുത്ത ദിവസം സാബുണ്ണ ഫോൺ എടുക്കാൻ മറന്നുപോയി. എയർപോർട്ടിൽ ചെന്ന് ബാഗേജ് കയറ്റി വിട്ടിട്ട് നോക്കുമ്പോൾ ഫോണില്ല. അയ്യോ, പിന്നെ തിരിച്ചിറങ്ങിപ്പോയി. സത്യമാണ് അണ്ണന്റെ കാര്യം മുട്ട കോമഡിയാണ്. ബാഗേജ് എന്ത് ചെയ്ത്? ഏത് അത് തിരിച്ചവിടെ അവർ ഇട്ടിരുന്നു. ആളില്ലാത്തോണ്ട് അതവിടെ തന്നെ. അല്ലെങ്കിൽ അതവിടെ വന്നതാണ്, ഇവിടെ വന്നിട്ട് എടുത്തോട്ടെന്ന് വിചാരിച്ചാണ്. എന്തായാലും അണ്ണന്റെ ഫ്ലൈറ്റ് മിസ്സായി. പിന്നെ തിരിച്ചു വന്നില്ല. പിന്നെ തിരിച്ച് നാട്ടിലല്ല, പിന്നെ നേരെ ചെന്നൈക്ക് പോയി. മറ്റേ തമിഴ് പടത്തിന്റെ ഷൂട്ട്. എന്നാ ഫുൾ പുള്ളിങ്കോ ആയിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. തമിഴിൽ അത്യാവശ്യം നല്ല 2-3 പടങ്ങളിൽ റോള് വന്നിട്ടുണ്ട്. അപ്പം അത് ഒരു വർഷം ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല വിനായകൻ പോലെ സെറ്റപ്പ് ആയിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അണ്ണ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് റിവീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. പിന്നെ ഒരു ദിവസം ഞാൻ ഒട്ടകത്തിനെ കറക്കാൻ പോളിയാ കണ്ടായിരുന്നു. എടാ പക്ഷെ കറവ് പറ്റിപ്പോയ ഒട്ടകമായിരുന്നു. അല്ല പക്ഷെ നിന്നെ അടുപ്പിച്ചില്ലല്ലോ. എടാ ഇല്ലടാ, തൊട്ടല്ല. അവര് പറഞ്ഞ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് പറഞ്ഞത് കറവ ഉണ്ടായിരുന്നു, തീർന്നുപോയി, പിള്ളേര് വലുതായി പോയത്. ഇന്നലെ തീർന്നേ. എടാ അതില് ഒരു ഒട്ടകം, അതാണ് ആണൊട്ടകം.
ഈ കള്ള ഒട്ടകത്തിന് 3 വൈഫാണ്. ഈ 3 ഒട്ടകങ്ങൾ അപ്പുറത്ത് നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ഒട്ടകത്തിന് ഞാൻ തൊട്ടപ്പോഴത്തേക്ക് ഈ ആണൊട്ടകത്തിന്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ആരടാ നീ എന്ന്. സത്യമാടാ, ലിറ്ററലി അതിന്റെ വായി ലിപ്പ് കൊടുത്തിരുന്നെങ്കിൽ കറക്റ്റ് സാധനം വന്നേരാ. എന്നിട്ട് അപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു. എന്നിട്ട് ആണൊട്ടകത്തിനെ തൊടാൻ വന്നപ്പോഴത്തേക്ക് എന്നെ എന്തിനു നീ തൊടാൻ പറഞ്ഞെന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇതിന് രണ്ടിനെ വിട്ടിട്ട് പിള്ളേരെടുത്തോട്ട് പോയി. പിള്ളേരാണെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കില്ലല്ലോ, അവിടെ കിടന്ന് ഓട്ടം പേടിപ്പിച്ച് മനുഷ്യനാ. എന്നിട്ട് അവസാനമായപ്പോഴത്തേക്ക് ഒരു കുഞ്ഞൊട്ടകത്തിന്റെ വായിന്ന് പത വന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു യു എന്തോ ഗൈസ് നോക്കൂ പത വന്നു. അപ്പോഴാണ് മറ്റേ ബാക്കിൽ നിന്ന് മറ്റേ ഒരു ഹിന്ദിക്കാരനാണെന്ന് വോ ഗുസ്സാ അറേ ഉസ്കോ ഇസ്ലിയേ വോ നിക്കൽ പത പറഞ്ഞത്. അയ്യോ ദേഷ്യം വന്നാന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരമായിട്ട് ഓടുന്നുണ്ടായിരുന്നു ഞങ്ങളെ ബാക്കിൽ നിന്നാ ചവിട്ടൂലേ. അങ്ങനെ മോട്ട് ചവിട്ടായിരിക്കും കേട്ടോ. ആടും ഉണ്ടായിരുന്നില്ല ഇടിച്ച് എന്തൊരു ഓർഡറാ. ഞാൻ നമ്മുടെ നാട്ടുമ്പുറത്ത് ആടെന്നൊക്കെ അതാണ് മൈൻഡിൽ നമ്മുടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മേന്നാക്കണത് അത് ഇടിച്ച് എടാ അത് അസ്ഥാനത്താൻ ഇടിച്ചാലേ. എടാ ഞാൻ ഇവിടെ നിൽക്കുന്നു, ഇത് മുള്ളുവേലി. ഇങ്ങോട്ട് പോയ ആ പോക്ക് ഇങ്ങോട്ടാണ് വന്നിരുന്നെങ്കിൽ എന്റെ ഇടിക്കൊന്നും കാണൂല. ചെറിയ കൊമ്പില്ലേ? ചെറിയ കൊമ്പൊന്നുമല്ല, മുതുക്ക് കൊമ്പുണ്ടായിരുന്നു. നല്ല ഇടിയുള്ള സാധനം. ആ ഗ്രില്ല് മൊത്തം വളഞ്ഞകത്ത് കയറി പോയിട്ട് ബൗൺസ് ചെയ്ത് തിരിച്ചുപോയി. പണ്ട് നമ്മൾ ഒരു ആടിനെടുക്കാൻ പോയപ്പോ ഓർമ്മ ഉണ്ടാ, ഒരു കുഞ്ഞാട് വേറൊരുത്തിനെ കുത്തി മലത്തിയിട്ടത്. അത് പിക്മി ആട്, ഒരു ചെറിയ ആട് ക്യൂട്ട് ആടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ടികളെ വലിയ ആടിനെ കുത്തിയെടുത്ത് മലത്തിയിട്ടത്. അതിനെന്തൊരു പേര് വിട്ടായിരുന്നല്ലോ അവിടെ നിന്ന് എടുത്ത ആടിന്, രംബ. പക്ഷെ ഇത് വേറെ ബ്രാൻഡാണ്. അതൊക്കെ മിക്ക മട്ടൻ ചിലപ്പോ നമുക്ക് തന്നെ എപ്പോഴെങ്കിലും കിട്ടിക്കാണും. അങ്ങനെ ആടുമായിട്ടുള്ള ചിലപ്പോ അതിന്റെ കുട്ടികളൊക്കെ കാണുമായിരിക്കും അല്ലേ? കാണുമായിരിക്കും. അവിടെ ചെന്ന് നോക്കാം, ഒരു ദിവസം നോക്കായിരുന്നു. എവിടെ ഉണ്ട് ചേച്ചി, ഇപ്പോഴും ഉണ്ടോ എന്ന്. ചേച്ചിയല്ല അമ്മൂമ്മ. ഏതാട്? ഓ ഞാൻ ഓർക്കുന്നു. പക്ഷെ ഞാൻ വിഷമം തീർക്കാനായിട്ട് സ്വന്തമായിട്ട് ഒട്ടകപ്പാല് മേടിച്ച് കുടിച്ചിട്ടുണ്ട്. വേറൊരു ചുവയാണ് അതിന്. നമ്മുടെ നോർമൽ പാല് കണക്കല്ല, അത് വേറൊരു ടേസ്റ്റ്. കട്ടിയുണ്ട്. ഐസ്ക്രീം ഇവിടെ കിട്ടുമല്ലോ. അത് മറ്റേ പഞ്ചസാര കിട്ടു വരണ സാധനം ഉണ്ടാ. അത് ആ രുചിയല്ല ഒട്ടകപ്പാലിന്. ഇവിടെ കിട്ടുമോടാ? അമൂലിൽ എന്തോ കിട്ടും. എപ്പോഴാ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. ഒരു ദിവസം കാച്ചിയപ്പോഴത്തേക്കും പിരിഞ്ഞു പോയി. പക്ഷെ ഒട്ടകപ്പാലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? കട്ടി കൂടുതലായിരിക്കും, പ്രോട്ടീനൊക്കെ ഉണ്ടെന്ന്, കാൽഷ്യം. അതിപ്പോ മറ്റേ പാലിലുണ്ട്. അത് തന്നെയാണ് എല്ലാ പാലും. കുറച്ച് കൂടുതലാണ്. ഇഷ്ടപ്പെട്ട ഒട്ടകപ്പാൽ കുറച്ച് ഇപ്പം സ്റ്റിൽ പ്രിഫർ പശുപാല്. ഡെസേർട്ട് സഫാരി ഒക്കെ ചെയ്യുന്നത് എടാ അതിന് സാബുവാണ് സമ്മതിച്ചില്ല. സാബുവാണ് പറഞ്ഞിട്ട് ഈ അതൊന്നും ഞാൻ ചെയ്യൂല, അതൊക്കെ ടൂറിസ്റ്റുകൾ ചെയ്യണ സാധനം. ഇവിടെ അണ്ണാ ഞാൻ ടൂറിസ്റ്റാണ്, നീ പോയി ചെയ്. അണ്ണനോട് വാ, വേണ്ട പോണ്ട, വേറെ കിടില സ്ഥലത്ത് കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് അടുത്ത സ്വിച്ച് കിടന്ന് പറയുന്നത്. ഈ ഡെസേർട്ട് സഫാരിയുടെ കൂടെ വരണതാണ് മറ്റേ ഈ മരുഭൂമിയിൽ ടെന്റൊക്കെ അടിച്ചിട്ട് ബെല്ലി ഡാൻസ്. എനിക്ക് അത് ചെയ്യണമെന്നുണ്ടായിരുന്നത്. നിനക്ക് ചെയ്യണമായിരുന്നു അത്? അല്ല, എനിക്ക് അത് കാണാൻ നീ പിരിച്ചുവിടാൻ നേരത്ത് കയറിയാ മതി. പക്ഷേ ഇവിടെ ഒരു ചില അതിന് പോകാൻ പറ്റിയില്ല. അതിന് അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്കും പോവാല്ലോ. പിന്നെ ഒരു പബ്ബിൽ പോകണമെന്നുണ്ടായിരുന്നു, അത് അടുത്ത പ്രാവശ്യം ഇനിയിപ്പോ പോവാം. അവിടത്തെ പബ്ബ് നല്ല വൈബാണെന്ന് സാധനം ഇങ്ങനെ പറഞ്ഞു. പിന്നെ മറ്റേ സീസൺ ബുറാക്ക് ഉണ്ടല്ലോ അടുത്ത്, അവന്റെ റെസ്റ്റോറന്റ് ഫ്രണ്ടി വരെ പോയി, പക്ഷെ കേറിയില്ല. പിന്നെ വേണ്ടത്. പിന്നെ സ്റ്റുഡിയോ 19 പോയി. സനത്തിന്റെ സ്റ്റുഡിയോ ആണ്. അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റുഡിയോ 19. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ റീലൊക്കെ ചെയ്ത്, പിന്നെ സ്ഥിരമായിട്ട് നമുക്ക് അമ്പരചുംബികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. കാർ ഏതാ? കാറുകളല്ലേ ഉണ്ടായിരുന്നു. ടൊയോട്ട ആദ്യം മറ്റേ സനത്തിന്റെ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റേഞ്ച് റോവർ. അത് ഒരു കിടുക്കാച്ചി കാറ്. അത് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഈ എത്രത്തോളം പൈസ കൂടും അതിനനുസരിച്ച്
കാരണം അവിടുത്തെ റോഡിലൊക്കെ മറ്റേ മെയിൻ ഹൈവേകളിലൊക്കെ കയറുമ്പോഴത്തേക്കും സ്പീഡ് ലിമിറ്റ് 140 പറഞ്ഞത്. അപ്പോൾ ഇവർ 140 അല്ലെങ്കിൽ 138 എങ്ങാനും സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്രൂസ് കൺട്രോൾ ഉണ്ടല്ലോ അങ്ങ് പൊക്കോളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ പോകത്തില്ല, അതിലങ്ങ് പൊക്കോണ്ടിരിക്കും. അങ്ങനെ ഒരു 10-30 ഒരു 20 കിലോമീറ്റർ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് വളവോ തിരിവോ അങ്ങനെ എടുക്കേണ്ടി വരണത്. അപ്പോൾ അത് സൂപ്പർ സാധനം. പിന്നെ മറ്റേ ജെ-ക്രൂസ്, ടൊയോട്ടയുടെ അതിലാണ് മറ്റേ ഒട്ടകത്തിനെ കറക്കാൻ പോയത്. അത് കംഫർട്ട് കുറവാണ്. എവന്റെ വണ്ടിക്കകത്തിരിക്കണ പോലെ ഇരിക്കും, കംഫർട്ട് കുറവാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ എടാ, ഇപ്പം G-Wagon ഇല്ലേ, ബെൻസിന്റെ G-Wagon, അതിന്റെ അകത്തിരിക്കാൻ പ്രത്യേകിച്ച് ഒരു സുഖമില്ല. ഇത് മുടിഞ്ഞ വിലയാണ് ആ വണ്ടിക്ക്. എടാ അത് നമ്മുടെ ഇവിടുത്തെ 2 കോടി 2.5 കോടി എങ്ങാണ്ട് 3 കോടി എങ്ങാണ്ട് വരുമെന്നുള്ളത് ഒരു G-Wagon. എന്നാൽ ഒരു കംഫർട്ടും ഇല്ലടാ അതിൻ്റെ അകത്ത്. മറ്റേ മരത്തിരിക്കണ കണക്കിരിക്കും, പക്ഷേ ഭയങ്കര റഗഡും ഡോറൊക്കെ അടയ്ക്കും ബും എന്നുള്ള സൗണ്ടാണ്. ആ ഒരു മാസീവ് സാധനം. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എടാ അത് കംഫർട്ട് നോക്കി അല്ല വണ്ടി അറിയണം. അവിടുത്തെ ഷെയ്ക്കിന്റെ വണ്ടി, ഷെയ്ക്ക് ഏറ്റവും കൂടുതൽ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന വണ്ടികളിലൊന്നാണ് അബുദാബി ഷെയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടിക്ക് അവിടെ ഭയങ്കര ഡിമാൻഡാണ്. അത് ഡ്രൈവിംഗ് ആയിരിക്കും ബാക്കിലിരിക്കാൻ. അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് ഇപ്പോൾ ബാബുമോൻ ചേട്ടൻ്റെ ഇരിക്കണത്, സാബുമോൻ ചേട്ടൻ്റെ ഇരിക്കണത്. അത് കാർ എന്തൂസിയാസ്റ്റിനൊക്കെ പറ്റിയ സ്ഥലമാണ്. എടാ ഹോണ്ട സിവിക് ഇല്ലേ, ഇതൊക്കെ സൗണ്ട് വരാൻ തുടങ്ങി. ഹോണ്ട സിവിക് ഇല്ലേ, ഹോണ്ട സിവിക്കിന് നമ്മുടെ കൺവേർഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ 12 ലക്ഷം 13 ലക്ഷം ഉള്ള അവിടെ ഹോണ്ട സിവിക്കിന്. അപ്പൊ ഞാൻ ചോദിച്ചപ്പം അതൊന്നും ഇവിടെ നമ്മുടെ ഇവിടെ മറ്റേ 10-8 ലക്ഷം രൂപയ്ക്കൊക്കെ ആയിരിക്കും അവിടെ സിറ്റിയൊക്കെ കിട്ടണത്. അപ്പം ഇവിടെ നമ്മൾ കൊടുക്കണതിന്റെ പകുതിയെ നമ്മളെ കാറിന്റെ വില, ബാക്കി എല്ലാം ടാക്സ്. എടാ മസ്താങ്ങിന് കൺവേർഷൻ വെച്ച് നോക്കുമ്പോൾ 22 ലക്ഷം 22 ലക്ഷം രൂപ അടുപ്പിച്ചേ വരുവുള്ളൂ. അതാണ് നമ്മളിവിടെ ഓൾമോസ്റ്റ് 1 കോടി രൂപ എടുത്ത് എടുക്കേണ്ടി വരണത് ആ വണ്ടിക്ക്. അപ്പോൾ അവരെ ഊഹിക്കാമല്ലോ. ഡോഡ്ജ് ചലഞ്ചർ, അത് ഇക്കടയിൽ ഡോഡ്ജ് ചലഞ്ചറും ഉണ്ട്. അത് മറ്റേ ടയർ മാറ്റാൻ പോയിരുന്നോണ്ട് കണ്ടില്ല. അല്ല മറ്റേ ഷിബിനിക്കടയില് നമ്മുടെ സനത്തിന്റെ പുള്ളിക്കാരൻ്റെ ഒരെണ്ണം ഉണ്ട്. പൈസ അവിടെ ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. എടാ നമ്മുടെ ഇവിടെ ലുലു മോൾ എറണാകുളത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ റോളക്സിന്റെ വാച്ച് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് 8 ലക്ഷം രൂപ. ആ കടയിൽ തന്നെ ആരും കയറാറില്ല. വല്ലപ്പോഴും പറ്റി കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കണമെന്നുള്ളവരൊക്കെയാണ് ഒരു റോളക്സ് ഒക്കെ, അതും ഓർഡർ ചെയ്ത് പിന്നെ ചെയ്ത് വന്നിട്ടൊക്കെ പോവുള്ളൂ. ഇവിടെ കയറി ചെന്നപ്പോഴത്തേക്കും ഹൂബ്ലോ, പത്തേക്ക് ഫിലിപ്പ്, അതിന് അവിടെയാണ് സാബുണ്ണ മറ്റേ ഹൂബ്ലോ, എടാ എനിക്കൊരു ഹൂബ്ലോ നീ വാങ്ങിച്ചു തന്നാന്ന് പറഞ്ഞ് കൊണ്ട് കയറി 44 ലക്ഷം രൂപ. എൻ്റെ പൊന്നീ, എൻ്റെ വീട് പണിയുടെ ഒരു മെജോറിറ്റി ഭാഗം തീർന്നു കിട്ടും. 44 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അണ്ണന് വാച്ച് വാങ്ങിച്ചു തരാം ഞാൻ. നല്ല കണ്ടന്റ് ആയിരുന്നു. 44 ലക്ഷം രൂപ. എടാ എന്നെ അവരെടുത്തിട്ട് ഓർഗൻ ഡൊണേറ്റ് ചെയ്താൽ പോലും അത്രയും പൈസ കിട്ടൂല. കൊണ്ടിട്ട് അടുപ്പപ്പണി എടുപ്പിക്കേണ്ടി വരും. നിനക്കൊരു ഹൂബ്ലോ കിട്ടിയില്ല, അത് കൊടുക്കാതെ ഇത് വെച്ച് കൈ കാണീര് ഹൂബ്ലോ 44 ലക്ഷത്തിന്റെ ഇല്ല, എന്റെ 21 ലക്ഷത്തിന്റെ സാധനമാണുള്ളത്. അണ്ണൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കായിരുന്നു. പിന്നെ മറ്റേ നമുക്ക് അറിയാന്നുള്ള കുറെ ബ്രാൻഡുകളും ഉണ്ട്. ആ മെഗ്ഡി ഒക്കെ അവിടെ ചുമ്മാ മാക്കനെ കാണാം. ഞാൻ ഈ വാച്ചിന്റെ അറിയാതുള്ള കുറച്ച് ബ്രാൻഡുകളുണ്ട്. മെഗ്ഡി എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. ഞാൻ വാച്ച് കേട്ട് ടൈറ്റാൻ അങ്ങനത്തെ ഫാസ്റ്റ് ട്രാക്ക് ആയിരിക്കും. ടൈറ്റാൻ ഫാസ്റ്റ് ട്രാക്ക് ഒന്നുമില്ലടാ. മെഗ്ഡി ഉണ്ട്, KFC ഉണ്ട്, NYC ഉണ്ട് അവിടെ. അവിടെ ഉണ്ട്. റോളക്സ് നമുക്ക് അറിയാന്നുള്ള ബ്രാൻഡാണ്, അത് അവിടെ ഉണ്ട്. അത് ഈ ഹൂബ്ലോട് തൊട്ടപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. പിന്നെ എത്രയാ പ്രൈസ് ചോദിച്ചില്ല? അതിനുണ്ട്, അത് സ്റ്റാർട്ടിങ് 8 ലക്ഷമോ 10 ലക്ഷം രൂപ കണ്ട്. ഈ 10 ഫിലിപ്പാണ് മറ്റേ അനിൽ അംബാനി, മുകേഷ് അംബാനിയുടെ മോനില്ലേ കളിക്കാനൊക്കെ, അവൻ അങ്ങേരെ കിടക്കുന്നുണ്ട്. ആനന്ദ് അംബാനി.
അത് ഒരു ഭീകരം ബ്രാൻഡാണ്. 63. എടാ പക്ഷേ എടാ അപ്പൂപ്പന്റെ കൈ കിടക്കണ വാച്ചിന്റെ മോഡലാണ്ടോ ഇത്? വൈറ്റ് ഡയലൊക്കെ ആ വെച്ചിട്ട് ചുമ്മാ ഭയങ്കര സിമ്പിൾ സാധനം, എന്നിട്ട് പ്രൈസ് ടാഗ് 24 ലക്ഷം രൂപ. അതിന്റെ മെക്കാനിസം എന്താ മറ്റേ എഫിൻ പറഞ്ഞു അല്ല കാണും, എടാ ഡിഫറൻസ് ഉണ്ട്, പിന്നെ അതുകൊണ്ടല്ല ഇത്ര വില. പക്ഷെ കാണാൻ നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചിലപ്പം അകത്ത് വെച്ചിരിക്കുന്ന മെറ്റൽസ് ഒക്കെ വേറെ പ്രഷ്യസ് മെറ്റീരിയൽ. പക്ഷെ കാണാൻ ഒരു രസമില്ലല്ലേ? എടാ ഇല്ലടാ എന്ന് പറഞ്ഞാൽ ഇപ്പം റിച്ച് പീപ്പിളിന്റെ സെൻസിൽ നോക്കുകയാണെങ്കിൽ ഓ യു ഗോട്ട് പത്തേക്ക് ഫിലിപ്പ്, നമ്മളിവിടെ ഇട്ടോണ്ട് നടക്കുകയാണെങ്കിൽ അയ്യേ പത്തേക്ക് ഫിലിപ്പാ, ഇതേതാ ഏതോ ചാത്തൻ ബ്രാൻഡെന്നേ പറയൂ. അത് ഇട്ടോണ്ട് നടക്കണം നമ്മുടെ ഇവിടെ നടക്കാം. എന്തായാലും നമ്മള് ശരിയാണ്, നമ്മളിവിടെ സമയം കാണില്ല. നമ്മളിവിടെ കാണാനെ തന്നെ ഇങ്ങനെ ഈ തെണ്ടി ആരാ പിടിച്ചിവിടെ ഇരുത്തി ഇറക്കി വിടും. അപ്പം അത് ഈ പൈസയുടെ അങ്ങ് മറിയലാണടാ കിടന്ന്. വേറൊന്നും വാങ്ങിച്ചില്ല? മറ്റേ ആപ്പിളിന്റെ ഒന്നും ഇല്ല. നിനക്ക് അതൊക്കെ വാങ്ങാൻ നല്ല സ്ഥലമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബജറ്റിലാണ് പോയത് ഇപ്രാവശ്യം. അതുകൊണ്ട് ഒരു ബർബൺ വില കുറവാണല്ലേ അവിടെ കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 15 Pro Max 256 GB ഇവിടെ 1,60,60,000 രൂപ, അവിടെ 1,30,000 27,000 രൂപ. ഞാൻ പ്രോ നോക്കിയായിരുന്നു 1,04,000 രൂപ, ഇവിടെ 44 രൂപ, 40 രൂപ. കുറച്ച് സ്വർണം കൊണ്ടുവരാം. ആ സ്വർണത്തിന് നല്ല വില കുറവാണ്. അല്ല കുറച്ച് 2-3 പവൻ സ്വർണം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട്. നീ എൻ്റെ കൂടെ ഒരു പ്രാവശ്യം ദുബായ് വേണം. 10,000 ടിക്കറ്റ് എടുത്തെടുത്ത 8,000 ടിക്കറ്റിൽ എല്ലാരും 3 പേരെ കൊണ്ടുപോകും. ഞാൻ വരില്ല, ഞാൻ എന്റെ ടിക്കറ്റ് എടുത്തല്ല. അപ്പൊ ഒരുപാട് കൊണ്ടുവരാം. എനിക്ക് ഓർമ്മ വന്ന മറ്റേ അയ്യനാണ്, ട്യൂബായിട്ട് നീ 3 പേരെ കൊണ്ടുപോയാ നിനക്ക് 3 മൂലം കിട്ടും. ഇടയ്ക്ക് ഒരാള് ലുങ്കിയിൽ കൊണ്ടുവന്നടാ. ഓ ലുങ്കി അതില് മുക്കിയിട്ട് ലുങ്കി പോലെ കൊണ്ടുവന്നടാ. അതൊക്കെ ഒറ്റാളടാ, അതൊക്കെ ഒറ്റണതാ. ആരോ മിക്സിയിലെ മറ്റേ വൈൻഡിങ് ഇല്ല, അകത്തുള്ള വൈൻഡിങ് എടുത്ത് കളഞ്ഞിട്ട് ഇത് വൈൻഡ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങേരെ തൂക്കിയടാ. അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കോടാ കോപ്പർ മാറ്റിയിട്ടെ. അടുത്ത ട്രിപ്പ് നിങ്ങൾ എനിക്ക് ലീവ് ഇല്ലടാ, ദുബായി പോണമെന്ന് ദാസം പറഞ്ഞു ലൈവില് കുറെ പേര് ഉണ്ട്, ആരെങ്കിലും സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ കൊണ്ട് ഇതിനാരെങ്കിലും അല്ല ഇവൻ ദുബായ് ട്രിപ്പ് വേണം ശ്രീകാന്ത് കുറെ നാളുണ്ട്. ഞാൻ ദുബായ് ട്രിപ്പ് പോവാന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് സ്വർണം കടത്താന്നല്ലാതെ. അയ്യോ അപ്പം സ്വർണം ഇനിയിപ്പോ നമ്മള് പോയിട്ട് തിരിച്ചു വരുമ്പോഴേ എന്തായാലും കസ്റ്റംസ് പരിശോധിക്കും. വയറ്റില് വെക്കും ആദ്യം സ്കാനർ. എന്തായാലും പരിശോധിച്ചിട്ട് അയ്യോ മക്കൾ ഇവിടെ നിന്ന് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് നാളെ പോയാൽ പരിശോധിക്കണോ. അങ്ങനെ ദുബായ് മോളിൽ, പക്ഷെ ദുബായ് മോളിന്റെ ഇട ഒരു 10-1 മാത്രമേ ഞാൻ കണ്ടോളൂ. ഭയങ്കര ഹ്യൂജാണ്, നമുക്ക് ഇഷ്ടം. നീ പോയിട്ടുണ്ടല്ലോ ദുബായ് മോളിന്റെ എത്ര ഉണ്ടോ? എടാ ഞാനും അത് ലുലു മോളെന്ന് പറഞ്ഞ് തള്ളിയിട്ടാണ്ടാ പോയത്. ലുലു മോളിന്റെ 3 ഫ്ലോറും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒരു 25% ആവുമായിരിക്കും, 20% ആവുമായിരിക്കും. കേരളത്തിന്റെ അത്രേ ഉള്ളൂ, എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഞാൻ ബുർജ് ഖലീഫയുടെ മേലെ പോയിട്ടുണ്ട്. നീ പോയിട്ടുണ്ടല്ലേ? എടാ ഞാൻ അടുത്ത ട്രിപ്പിന് കയറും. പക്ഷെ അന്ന് പൈസ ആയിട്ടുണ്ടായിരുന്നു. പൈസ ഡെക്കിൽ അവിടെ എന്തോ നേരത്തെ ബുക്ക് ചെയ്യണോ? ഓ ശരി. നമ്മൾ പോണേന് അത് സീസൺ സമയം അനുസരിച്ചിരിക്കും. ഇപ്പം ആരും ഇല്ലാത്ത സമയം, മറ്റേ ചൂട് കൊണ്ട് പുഴുകണ സമയമൊക്കെ ചിലപ്പോൾ ആൾ കുറവായിരിക്കും. എന്തായാലും ഇപ്പൊ നല്ല റേറ്റ് ആയിരുന്നു, നല്ല ബുക്കിംഗ് ആയിരുന്നു. റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പോകാൻ, പക്ഷെ ബുക്കിംഗ് ആയിപ്പോയി. പക്ഷെ ടോപ്പിലെത്തൂല. ഇല്ല ടോപ്പിലെത്തൂല, ഡെക്ക് എങ്ങാണ്ടുണ്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അവിടെ എന്തോ റെസ്റ്റോറന്റോ കഫേ എന്തോ ഉണ്ടല്ലോ, അവിടെ പോയാലും നല്ല വ്യൂ. അവിടെ നമ്മൾ പൈസ എടുക്കാതെ, പൈസ കൊടുക്കണ്ട, പക്ഷെ അവിടെ പോയിട്ട് ഫുഡ് എടുക്കാൻ പറ്റും. ഫുഡ് കഴിച്ച് നിൽക്കുകയാണ്, അവിടെ നിന്ന് വ്യൂ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ അതിന് നല്ല പൈസ ആവും തോന്നുന്നു. അതിന് നല്ല പൈസ ആവും. ഒരു കഷ്ണം കേക്കിന്, ആ ഒരു കുഞ്ഞു മക്ക കേക്കിന് എങ്ങാണ്ട് 50 ദിർഹം എങ്ങാണ്ടായിരുന്നു. മറ്റേ ആലിയ ഭട്ടിന് ഇഷ്ടപ്പെട്ട കേക്കിന് 50 ദിർഹം എന്ന് പറയുമ്പോ എത്ര രൂപ? 1,500. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അത് കമ്പയർ ടു ബാക്കി എല്ലാ സാധനങ്ങളും ഇത് പറഞ്ഞേ
പിന്നെ അലിപുട്ടൊക്കെ എന്ത് ചീപ്പെന്നൊക്കെ രോഹിത് ശർമ്മയുടെ ഫേവറേറ്റ് ആണ് ചീപ്പ് എന്ന് തോന്നുന്നല്ലേ? ഏതെടാ? ദാൽ ചാവൽ. എടാ അത് പക്ഷെ കിട്ടണം കേക്കട്ടെ, അത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് അവിടെ പോവേണമെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. എടാ പിന്നെ എടാ ഫുഡ് ഐറ്റംസിനൊക്കെ എടാ ഈ ചിക്കൻ ആയാലും മീറ്റിനായാലും ഭയങ്കര ഭയങ്കര ഫ്ലേവറാണ്. നമുക്ക് ടേസ്റ്റ് റോ അല്ലേ, മസാല കുറവല്ലേ? ബട്ട് നമുക്ക് മീറ്റിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുവാടാ. ഇവിടെ ആണെങ്കിൽ ഫുള്ള് മസാല. പിന്നെ അവിടെ എല്ലാ കടയിൽ ചെല്ലുമ്പോഴും ശശി മയണൈസ് കഴിക്കും. കിട്ടൂലല്ലേ? എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും നമ്മൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ. ഇത് അവരുടെ മറ്റേ ഒരു ടൊമാറ്റോ ചട്നി കാണും മന്തിക്ക്. മന്തിക്ക് പിന്നെ മന്തി ഉണ്ടല്ലോ. ഇപ്പം ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ഈ ടേബിളിന്റെ മണ്ടയിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അവരങ്ങ് വിരിക്കും. എന്നിട്ട് ഇതിന്റെ മണ്ടയിൽ ഇത് മൊത്തത്തിൽ തട്ടും. എന്നിട്ട് അതിന്നാണ് ആൾക്കാർ എടുത്തിട്ട്. അതിന്റെ കൂടെ ഇതൊന്നും കിട്ടത്തില്ല, മയണൈസ് ഒന്നുമില്ല. മയണൈസ് ഇല്ല, ഇവരുടെ ടൊമാറ്റോ ചട്നി, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ എന്തോ ഒരു ഇല. അത് അറബിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവിടെ എങ്ങാണ്ടുള്ള ഫുഡ് കഴിക്കണതിന്റെ കൂടെ ക്യാബേജ് പോലിരിക്കണതാ അല്ലടാ ഇല, നമ്മുടെ ആട് തിന്നുമ്പോൾ ആട് തിന്നണ ഒരു കുഴ പോലത്തെ ഒരു സാധനം. അത് അവർ ലാവിഷാ തിന്നും. അത് എവിടെ ചെന്നാലും അവർ കണ്ടമാനം തരും. പിന്നെ ഫ്രഷ് വെജിറ്റബിൾസ് ആയിരിക്കും. നമ്മുടെ അടുത്ത് വാടിയ വെള്ളരിയൊന്നും കിട്ടില്ല, നമ്മളെല്ലാം നല്ല കിരികിരാന്നുള്ള വെള്ളരി കിട്ടും. നാളെ വെള്ളരിക്കൊക്കെ വാങ്ങിക്കാൻ നീ ഇവിടെ ലാൻഡ് പറക്കുന്നു. അല്ലടാ ഞാൻ പറഞ്ഞത് വാടി നാളെ പച്ചക്കറി കാരണം ഇവിടെ വാടി വെള്ളരിയുള്ളേ. എടാ ഞാൻ മറ്റേ ബജറ്റ് ഹോട്ടലിൽ ഞാൻ പോയെന്ന് പറഞ്ഞില്ലേ, മറ്റേ പാകിസ്ഥാനികളുടെ. അപ്പം അവിടെ ചെന്നപ്പോൾ പോലും എടാ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ബജറ്റ് ഹോട്ടലാകുമ്പോഴത്തേക്കും ഈ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടോ? ഇല്ല, കോംപ്രമൈസ് ഇല്ല. എല്ലായിടത്തും അവർ തരുന്ന ക്വാളിറ്റി നല്ല പക്ക ക്വാളിറ്റി സാധനമാണ്. ഫുഡ് സേഫ്റ്റിയുടെ ഇതൊക്കെ കൺസേൺ കാണുമായിരിക്കും. അല്ല, ഉച്ചയ്ക്ക് നീ മന്തി മട്ടൻ മന്തിയാണ് കഴിച്ചത് ഒരു ദിവസം. ഓ, രണ്ടാമത്തെ ദിവസം നോട്ട് ചെയ്യണം. നീ എല്ലാം നോട്ട് ചെയ്താടാ. പിന്നെ ചിക്കൻ്റെ എന്തോ നിങ്ങളൊരു മലയാളി കടയിൽ പോയല്ലോ ബിരിയാണി. അത് ഇക്കായിസ് എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ലാത്ത ബിരിയാണി. അത്ര വൻ കിടിലം അങ്ങനെ പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാത്തൊരു നോർമൽ ബിരിയാണി. പക്ഷെ അവിടെ ചെന്നിട്ട് ഇവിടത്തെ ബിരിയാണി അല്ലേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ബിരിയാണിയാണ് കിടിലം. പക്ഷെ അവിടത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും മലയാളികൾ അവിടെ പോയി നടത്തുന്ന മലയാളികൾക്ക് വേണ്ടിയുള്ള ഹോട്ടലല്ലേ, ഇവിടത്തെ ഫ്ലേവർ എനിക്ക് അതിൽ ഫീൽ ചെയ്തില്ല. ഇപ്പൊ ചിക്കൻ ഫ്രൈ ആണ് ഇന്ത്യ പരിസരത്തോട്ട് പോണ്ട. ഇല്ല, അവന് ഇഷ്ടപ്പെട്ടില്ല. അതെ, എന്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. കാരണം നമ്മളിവിടുന്ന് പാരഗണും ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളന്ന് എറണാകുളത്ത് നിന്ന് ഏതോ ഒരു കടയിൽ കയറി കഴിച്ചായിരുന്നു. സാത്താർ അല്ലടാ, സാബുണ്ണം വിളിച്ചു പറഞ്ഞ ഒരു മന്തി. അതല്ല, നീ പറഞ്ഞ മറ്റേ ബിരിയാണി കഴിച്ച കടയാണ് മറ്റേ ഫോർട്ട് കൊച്ചിയിൽ. ഓ, നിങ്ങൾ കായിക്കാസ് ബിരിയാണി അതും കൊള്ളാടാ. പക്ഷെ ഇറച്ചിച്ചോറൊക്കെ കിട്ടണതാണ്. കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ പക്ഷെ എവന് ഇഷ്ടപ്പെട്ടില്ല, നമ്മുടെ നാരായണൻകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഓരോരുത്തർക്ക് ഭയങ്കര പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ചിലർക്ക് ഈ വലിയ അരിയാണ് ഇഷ്ടം, ചിലർക്ക് ചെറുതാണ് ഇഷ്ടം, അങ്ങനെ കുറെ പ്രിഫറൻസ് ഉണ്ട്. എന്തായാലും ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അവിടെ ഉള്ള നമ്മൾ താമസിച്ച അവിടെ കുറെ ബാച്ചിലർ അണ്ണന്മാരുണ്ട്. അപ്പൊ അവരെല്ലാം കൂടെ രാത്രി ഈ ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യും. അവര് ഒരു ദിവസം അവര് ചോറും മറ്റേ മോര് കറിയും മത്തി പൊരിച്ചതും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും എല്ലാം കൂടെ ഹോംലി ഫുഡ് രാത്രി അവിടെ സെറ്റ് ചെയ്ത്. അപ്പൊ അത് ഭയങ്കര രുചിയായിരുന്നു. അപ്പൊ അന്ന് അണ്ണൻ അവിടെ അൽബേക്ക് ഇവിടത്തെ അൽബേക്ക് അല്ല, ഇവിടത്തെ ഒറിജിനൽ അല്ല, അവിടത്തെ ഒറിജിനൽ അൽബേക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്കിത് കണ്ടിട്ടാണെങ്കിൽ വായിന്ന് വെള്ളം വെള്ളം വന്നുകൊണ്ടിരുന്നു. കാരണം മത്തി പൊരിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ടൈം ഫേവറേറ്റ് സാധനം. അപ്പം ഞങ്ങൾ അതെല്ലാം അവിടെ ഞാനൊക്കെയും ശശി കൊണ്ട് അതെല്ലാം അവിടെ വാരി തിന്നുകൊണ്ടിരുന്നപ്പോൾ അണ്ണൻ വന്ന് പള്ളു വിളിച്ചു. ഓർക്കോടോ ഇവിടെ ചിക്കിങ് പറഞ്ഞു വെച്ചാൽ ചിക്കിങ് അല്ല അൽബേക്ക് പറഞ്ഞു വെച്ചേക്കണം, അതും കഴിക്കണ്ടോ ഞങ്ങൾ തീർന്നോട്ട്. ഇത് തീർത്തിട്ട് പിന്നെ അൽബേക്ക് വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തു. അല്ല, ഇത് മലയാളിക്ക് സ്ഥിരമുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി 2 ദിവസം ആകുമ്പോഴത്തേക്കും മലയാളി കട വെക്കും. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അവൻ്റെ അച്ഛനെയും കൊണ്ട് ട്രിപ്പ് പോയത് നോർത്ത് ഇന്ത്യയിൽ. എന്നിട്ട് ചെന്നിറങ്ങിയതിൻ്റെ അന്നത്തെ ദിവസം മലയാളി ഹോട്ടലിൽ നിന്ന് തപ്പി യൂബർ കൊടുത്ത് പോയത് 40 കിലോമീറ്റർ. എന്നിട്ട് പച്ചരി ചോറും ഇത് നിന്നു. അപ്പുറത്ത് കിട്ടില്ല ദാബയുണ്ട്, വേണ്ട വയറിന് പിടിക്കില്ല, ഇത് തിന്നണോ. ഡൽഹിയിൽ പോയിട്ട് അവൻ പറഞ്ഞു എല്ലാം തില്ലാൻ സമ്മതിക്കൂല. പക്ഷെ ഇവിടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്
പറ്റിയ നീ നോക്കണ്ട, നമുക്ക് മാക്സിമം പോയാൽ കോഴിക്കോട്. ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കുക. ഇതുപോലെ ടിക്കറ്റിന്റെ റേറ്റ് പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പക്ഷേ 7,000 നിങ്ങൾക്ക് സ്റ്റേ ഒരു ബെനിഫിറ്റ് ആണ് അല്ലേ? സ്റ്റേ ഒരു ബെനിഫിറ്റ് ആണ്. കാരണം അണ്ണന്റെ ബാബുമോൻ ചേട്ടന്റെ കെയർ ഓഫിൽ ഒരു ഫ്ലാറ്റ് അവിടെ കിടപ്പുണ്ട്. അപ്പം അതിനകത്താണ് ഞങ്ങൾ പോയി നിന്നത്. ഞാൻ കാണിച്ചു തരാടാ, ഞാൻ ടിക്കറ്റിന്റെ കാണിച്ചു തരുന്നില്ല. അല്ല, ഇടയ്ക്ക് നല്ല റേറ്റ് കുറച്ച് കിട്ടും. സനത്തിന്റെ കൂടെ അല്ലായിരുന്നു ഒരു ദിവസം സ്ഥലത്തിന്റെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേ അണ്ണൻ അവരെ ഇറക്കി വിട്ടു. ഇറങ്ങിക്കോ സാധനം എന്നും പറയൂടാ അവിടെ നിക്കാൻ. അണ്ണൻ പറഞ്ഞ് അവിടെ നിൽക്കാൻ, ആ ഫ്ലാറ്റിൽ അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. അണ്ണൻ പറഞ്ഞ് ഇല്ല നമുക്ക് ഇവിടെ നിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മാറി നിന്നു. പക്ഷെ അത് അടിപൊളി സ്ഥലമായിരുന്നു. ഞാനിട്ട് ടിക്കറ്റ് നോക്കിയായിരുന്നു. അല്ലടാ, കിട്ടും. ഞാൻ കേട്ടുണ്ട് എയർ അറേബ്യ അതിലൊക്കെ നല്ല റേറ്റ് കുറച്ച് കിട്ടും. 10-12 രൂപ കിട്ടും. 15 രൂപയൊക്കെ 7,800 രൂപ പെർ പേഴ്സൺ ലാഭം. അത് ലാഭമാണ്. രണ്ട് സൈഡും ടിക്കറ്റ് ലാഭത്തിനായിരുന്നു കിട്ടിയത്. അത് ടിക്കറ്റിന്റെ റേറ്റ് കുറഞ്ഞിരിക്കണം. നമുക്ക് ഇവിടെ നിന്ന് ചെന്നൈ പോണെങ്കിൽ തന്നെ 5,000 രൂപ. ഒരു AC ട്രെയിനിൽ പോണെങ്കിൽ, AC ഇതിൽ പോണെങ്കിലോ? ഏതാടാ ട്രെയിനാ? ട്രെയിൻ നല്ല പൈസ. ബാംഗ്ലൂർ ഏതാണ്ട് ഒരു പൈസ എമൗണ്ട് ആവും. അത് നമുക്ക് ലാഭമില്ലേ? ഡൽഹി പോണെങ്കിലും ഏകദേശം മിനിമം ഈ റേറ്റ് ഒക്കെ തന്നെ വരും. അപ്പം അത് നമുക്ക് ലാഭമായിട്ട് സാധനമായിരുന്നു. പിന്നെന്തോടാ, പിന്നെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യണതാണ് കുറച്ച് പോണം അല്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുഡ് ആയാലും ശരി, ഫുഡിനൊക്കെ നല്ല എമൗണ്ട് ഉണ്ട് കേട്ടോ. ചെന്ന് ഇറങ്ങിയ ദിവസം നമ്മളൊരു ഫിഷ് ഗ്രില്ല് ചെയ്യണ ഒരു ഷോപ്പിലാണ് കൊണ്ടുപോയത്. ഇവിടെ കിണ്ണ മീനിടാ, ഇതുള്ള ഇത്ര വലിപ്പത്തിന് 2 സൈഡിൽ 2 രീതിയിലുള്ള മസാലയൊക്കെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ട് വെച്ച് തരും. അതെടുക്കുക, എല്ലാത്തിൻ്റെ കൂടെ അവർ മറ്റേ ഹുമസ് അതെടുക്കും, ഇതിൽ മുക്കും, കഴിക്കും. പിന്നെ ഇത് നമുക്കറിയാം. നമുക്കൊരു ചേട്ടൻ നമുക്ക് തരുമായിരുന്നു. കിൻഫിനോടൊരു കട ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പൂട്ടി തന്നു. ഒരു ദിവസം തേനൊക്കെ ഒഴിച്ചു ശരിയാണ്. എവ ഉണ്ടായിരുന്നോണ്ടാണ് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോയി കഴിഞ്ഞാൽ നമുക്ക് ലാവിഷായിട്ട് തിന്നാം. ഓരോ നേരവും നമ്മൾ ഫുഡ് അറിഞ്ഞ് സമാധാനമായിട്ട് ഇരുന്ന് കഴിച്ച് എഴുന്നേക്ക്. എവന്റെ ഫസ്റ്റ് ട്രിപ്പ് അല്ലേ? ശശിയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. അതിന്റെ എല്ലാ കുന്നുകളും ഉണ്ടായിരുന്നു. നല്ല വെള്ളറി പിടിച്ചോലെ. അയ്യോ, പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പാകിസ്ഥാനിലൊറ്റ കടയിൽ നമ്മൾ ലാസ്റ്റ് പോണതിന് മുന്നേ ഒരു ദിവസം പോയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു നോർത്ത് ഇന്ത്യക്കാരനോട് അടിയായി. അവൻ ഇപ്പം നീയും നീ മറ്റേ ഷിബിനിക്ക, നീ സാബുണ്ണേ, ഞാൻ സനം. അപ്പൊ ഇതിപ്പോ നിന്റെ ബാക്കിൽ ഇരിക്കണ ഒരുത്തൻ അല്ല ഇരുന്ന കറക്റ്റ് ഓർഡറിൽ ഞാൻ നീയല്ലേ? ഇത് സ്ഥലം നീ ഷിബി, ഞാനായിട്ട് സാബുവാണ്. നീയാണ് സാബുവാണ്. ഇതാ ഞാനെന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കണം. കറക്റ്റ് ആവും. അപ്പം നിന്റെ പറകില് ഒരു നോർത്ത് ഇന്ത്യക്കാരൻ കയ്യിൽ വലിയൊരു ശംഖും ശൂലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വന്ന് ഇരിക്കണം. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വെളുപ്പൊരു, ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പാകിസ്ഥാനാണ്. ടാറ്റു കണ്ടപ്പോഴാണ് ഇത് ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലായത്. അപ്പം ഇവനാണെങ്കിൽ ഇരുന്ന് ഇവളെ ഒരേ ഏറി ഇല്ല. അപ്പം സാധനം ആദ്യം പറഞ്ഞില്ല. അപ്പം 2 ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവള് അൺകംഫർട്ടബിൾ ആയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് അടുത്ത് അവ അവിടെ എഴുന്നിട്ട് ഭയങ്കര നോട്ടം നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ തീറ്റ എടുത്തിട്ട് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം അവ എന്നെ നോക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് കത്തിയിട്ട് പിന്നെയും ഇവളെ നോക്കണം. അപ്പോഴത്തേക്കും എനിക്കിഷ്ടപ്പെട്ടില്ല. ആ നോട്ടം അത്ര ശരിയല്ലായിരുന്നു. ഞാൻ അണ്ണ ഷിബിനിക്ക പെട്ടെന്ന് തിരിഞ്ഞ് നോക്കരുത്, ഒരുത്തൻ ബാക്കി ഇരുന്നിട്ട് ഭയങ്കര ഏറി. ഞാൻ നോക്കിയപ്പോ 2 കൂടെ കസേരയോടെ തിരിച്ചിട്ട് അവരെ നോക്കിയിരിക്കണം. എന്നിട്ട് സാബുണ്ണ മറ്റേ പ്ലേറ്റൊക്കെ എടുത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ തിന്നോണ്ട് അവനെ നോക്കണേ. യവനാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഉരുകിപ്പോയി കേട്ടാ. പിന്നെ അവനാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ 2 പേരുടെ ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മൾ പിന്നെ കഴിച്ചു തുടങ്ങി. അവൻ്റെ ഒരു എറിയ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാനും ഇവളും കൂടെ എഴുന്നേറ്റ് കൈ കഴിയിട്ട് നമ്മൾ 2 പേരും കൂടെ നമ്മുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ പോയി കൈ കഴിയിട്ട് തിരിച്ച് ബില്ലടക്കാനായിട്ട് പോവാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഈ വേട്ടാവളിയും പിന്നെ നോക്കാൻ തുടങ്ങിയടാ. കംപ്ലീറ്റ് ചെക്കിങ് ഔട്ട്.
അപ്പോഴത്തേക്കും എന്തെന്നറിയാവോ, ഞാനാണെങ്കിൽ അണ്ണൻ ഇങ്ങനെ കണ്ണ് കാണിച്ച്, അപ്പോഴത്തേക്കും ഒരു ചൊറി മൂടായി. ഇയാൾ ആരെയാ നോക്കണേ? എന്നിട്ട് ഞാനാണെങ്കിൽ പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ ശശി ഒരുത്തരാണെങ്കിൽ ഇങ്ങനെ എന്നിട്ട് ഭയങ്കര ഒരു നോട്ടം നോട്ടം ഒടിച്ചിട്ട് ഓർഡോ ഒന്നും പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ വാടം വിട്ടോലും എടുത്ത് അകത്ത് പോയിട്ട് ഇങ്ങനെ സൈഡിലെ മറ്റേ കസേരയും പിടിച്ചിട്ട് അങ്ങേരെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങേരെ നോക്കിക്കൊണ്ടിരിക്കണേ. അങ്ങേര് ചോറ് എന്തിനാ നിങ്ങള് ചോറാണാ, കുറച്ച് ഞാനും തിന്നട്ടാ. ശശിയാ ഇവ അങ്ങേരെ അടുത്ത് അങ്ങേരെ ചെന്ന് ഒട്ടി. അപ്പോഴത്തേക്കും അണ്ണനും കൂടെ എഴുന്നേറ്റ്, അണ്ണൻ എഴുന്നേറ്റിട്ട് ഇവൻ പിന്നെ നോക്കിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും മലയാളത്തിലൊരു 10 പള്ള്. ഞാൻ മനസ്സിലാവോ എന്തോ ഇങ്ങേർക്ക് എന്റെ സംസ്കാരമല്ല. പെട്ടെന്നൊരു നീ മ്യൂട്ട് ചെയ്താ മതി. പെട്ടെന്ന് വരെ തറവാടിത്തൊക്കെ ഞാൻ പള്ളി വിളിച്ചെന്ന് വിചാരിക്കാം. ബീപ്പിട്, ഒരു 4 ബീപ്പിട്. ഓക്കെ. അപ്പോഴത്തേക്കും ചീത്ത വിളിച്ചപ്പോഴത്തേക്കും അവൻ നൈസായിട്ട് തല അങ്ങ് താത്തിട്ടുണ്ടെങ്കിൽ സോറി സോറി എന്ന് പറഞ്ഞിട്ട് അവൻ തല താത്തി. അപ്പോഴത്തേക്കും അവിടെ നിന്ന് മറ്റേ പാകിസ്ഥാനി ആൾക്കാരല്ലേ അവരെല്ലാം കൂടെ വന്നിട്ട് പ്ലീസ് വാട്ട്സ് ദ മാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. അപ്പോഴാണെങ്കിൽ ശശി ആണെങ്കിൽ ആണോ എനിക്കൊന്നും സംഭവിക്കുള്ളൂ, ഞാനാണെങ്കിൽ എൻ്റെ കൊക്കക്കോള പൊട്ടിച്ച് അവൻ്റെ ചോറിനകത്ത് ഒഴിക്കുന്ന കൊക്കക്കോള പൊട്ടിച്ച് ചോറിനെ അങ്ങോട്ട് പോണു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ കൊക്കക്കോള ഒന്നും ഒഴിക്കണ്ടെങ്കിൽ വാ, എന്തെല്ലാം പേടിച്ചിട്ടുണ്ട്, അധികം വരട്ടാ നിർത്തണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പുറത്ത് വന്നിട്ട് നമ്മൾ പുറത്ത് തന്നെ നിന്ന് കേട്ടാ. എഴുന്നേറ്റ് കൈ കഴിയുമോ വീട്ടിൽ പോകണവരെ നമ്മൾ അവിടെ തന്നെ നിന്ന്. എന്തായാലും അവൻ്റെ കാര്യത്തിൽ എന്നൊരു തീരുമാനമായി. നീ എന്തിനാണ് എന്നെ തൊപ്പി ഒന്നും ചെയ്തില്ല. ശരിയാണ്, ഒന്നും ചെയ്തില്ല. സത്യം പറഞ്ഞാൽ നീ മറ്റേ കണ്ണുകൊണ്ട് കാണിച്ചില്ല, അത് എവനായിരുന്നു കാണിക്കുക. കണ്ണുകൊണ്ട് കാണില്ല, കണ്ണുകൊണ്ട് നീ എവനെ കാണിക്കണം. നീ നോർത്ത് ഹിന്ദി അറിയാല്ലേ, നീ ഹിന്ദിയിൽ പള്ളു വിളിക്കാതെ അതല്ലേ മലയാളത്തിൽ ഇല്ല അത് വേണ്ട മാർഗഴി ഹിന്ദിയിൽ നിന്റെ അമ്മയെ പോയി നോക്കിക്കോളാൻ ഞാൻ പറഞ്ഞായിരുന്നു. അല്ല ഇടയ്ക്കൊരു കോലാഹലമായ അവിടെ ബഹളം ആയപ്പോ ആയപ്പോഴത്തേക്കും അണ്ണൻ ഹിന്ദിയിൽ പള്ളു വിളിച്ചു പഠിച്ച മലയാളത്തിൽ പള്ളു വിളിക്കുകയല്ലേ, ഇവന് മനസ്സിലാവേണ്ട എന്തെങ്കിലും. പക്ഷെ ഫീലിംഗ് ട്രാൻസ്ഫർ ആവും കേട്ടാ. നമ്മളിപ്പോ ഒരുത്തനെ മലയാളത്തിലാണ് പള്ളു വിളിക്കണെങ്കിലും ഫീലിംഗ് ട്രാൻസ്ഫർ ആവും. അത് മുഖത്തുള്ള എക്സ്പ്രഷൻ എന്തായാലും അവ ഇന്ത്യ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാം, അവിടെ അവനെതിരെ സനം ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിൽ അവന്റെ കാര്യത്തിൽ തീരുമാനമായന. കാരണം ഇവർ CCTV ക്യാമറ ചെക്ക് ചെയ്തിട്ട് ഇതുള്ളതാണെങ്കിൽ അവന് ഒടുക്കത്തെ പണി കിട്ടിയന. കാരണം ഈ സ്ത്രീകൾക്ക് അവിടെ ഭയങ്കര സേഫാണ്, സെക്യൂരിറ്റി അവർ പ്രൊവൈഡ് ചെയ്യും. അത് ഇവിടെ ഉണ്ടടാ, ഇവിടെയും തുറിച്ചു നോട്ടം വൃത്തിയുടെ രീതിയിലാണെങ്കിൽ അവിടെ കുറച്ച് എക്സ്ട്രീം ലെവലിൽ ഒരു പണിഷ്മെന്റ് കൊടുത്തു കളയും. ചിലപ്പോ നീ ഇനി ഇവിടെ നിൽക്കേണ്ട, വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞിട്ട് ഡിപ്പോർട്ട് ചെയ്ത് വിട്ടോളാം കൊടുക്കൂല്ലേ. ശരിയാണ്. അങ്ങനെ അത് ഒരു ഇൻസിഡന്റ് ആയിരുന്നു. പിന്നെ ഒരാളല്ലേ ഉള്ളൂ, പിന്നെ എന്തായാലും അയാൾ അടി വിടൂല. അല്ല ഒരാള് മാത്രമല്ല, അടിയായി കഴിഞ്ഞ ഒരിതല്ലേ സംസാരമായതിനു ശേഷം. പക്ഷെ ആ ഏരിയയിലുണ്ടായിരുന്ന കുറെ പാകിസ്ഥാനി അപ്പൂപ്പന്മാർ അവിടെ വന്ന് ഇപ്പൊ ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടണ ഒരു അവസരമല്ലേ കൊടുക്കാൻ. എന്തായാലും നമുക്ക് കുറച്ച് കൊടുക്കാനുണ്ട്, കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. ആരടിച്ചാലും ലാഭം. എടാ 26 ദിവസമായില്ലേ നീ ഇവിടെ വന്നിട്ട്. അപ്പം എന്തായാലും ഇത് മാത്രമല്ലല്ലോ, വേറെ എവിടെയൊക്കെ പോയി? എടാ ഞാൻ ഡേവിഡ് ബെക്കമിനെ കണ്ടടാ. അത് പറ. ഡേവിഡ് ബെക്കമിനെ കണ്ടടാ, എനിക്കതില് എനിക്ക് ഇവന്റെ കമന്റ് കണ്ടപ്പോഴത്തേ അതിന്റെ അകത്തുനിന്ന് അവന്റെ വിഷമം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ കമന്റ്? അല്ല കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നോർമൽ. പക്ഷെ ഇവൻ എനിക്കറിയാം ഇവൻ എന്തുമാത്രമാണ് ഫുട്ബോൾ ഇഷ്ടമെന്ന്. അപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര വലിയ ഫുട്ബോൾ എന്തൂസിസ്റ്റ് അല്ല. എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇഷ്ടമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലാ കളി കാണുമെന്നുള്ളതല്ലാതെ ഇന്റർനാഷണൽ ഫുട്ബോൾ അങ്ങനെയുള്ളതൊന്നും ഞാൻ ഫോളോ ചെയ്യാറില്ലല്ലോ. പക്ഷെ അവിടെ വന്നതിൽ ഒരുപാട് ഫുട്ബോൾ ഭ്രാന്തന്മാരുണ്ടായിരുന്നു. അപ്പോൾ ശരൺ നായർ ഉണ്ടായിരുന്നു അവിടെ. ശരൺ നായർ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ശരൺ നായരുടെയൊക്കെ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വന്ന സണ്ണി ചേച്ചിയെ കാണാനായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്കും എനിക്കുണ്ടായ ഒരു ഫീലിംഗ്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആ ഫീലിംഗ്. അതെ, ആ ഫാൻ ആണെങ്കിലേ
ഫുട്ബോൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻഡ് അല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇത് നമുക്ക് ചിലപ്പോൾ ഒരു ഇത് കാണൂല. സച്ചിനെ കണ്ട ചിലപ്പോ നമുക്കൊരു ഉള്ളിന്നുള്ള ഒരു ഇത് ചിലപ്പോ വരൂല, പക്ഷെ വലിയൊരാളാണെന്ന് നമുക്കറിയാം. കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഡേവിഡ് ബെക്കാം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വേൾഡിൽ തന്നെ വേറൊരു ഐക്കണും കൂടെ ഐക്കണാണ്, സ്റ്റൈൽ ഐക്കണായിരുന്നു. ഫാഷൻ പെർഫ്യൂം ഉണ്ട്, മറ്റേ കുറെ സാധനങ്ങളുണ്ട്. അങ്ങനെ ഒരു ബ്രാൻഡാണ്. അങ്ങനെ ഇപ്പൊ തന്നെ മറ്റേ ടീമിന്റെ ഷെയർ ഹോൾഡർ ഇന്റർ മിയാമി എന്ന് പറഞ്ഞ ടീമിന്റെ മെസ്സിയെ കൊണ്ടുവന്നു. അല്ല, നമ്മള് ഇപ്പം പണ്ട് ഫുട്ബോളിന്റെ ഡേവിഡ് അവര് വിരമിച്ചെങ്കിലും ഡേവിഡ് ബെക്കാം എന്ന് നമ്മൾ കേട്ടത് ആ ഒരു ബ്രാൻഡ് അവിടെ ഉണ്ടായിരുന്നു, ഭയങ്കര രീതിയിലുണ്ടായിരുന്നു. ആര് ഇതെന്ന് വിചാരിക്കും, പക്ഷെ ഫുട്ബോൾ കളിക്കാരന് പിന്നീടാണ് മനസ്സിലായത്. പക്ഷെ ഒരു സിനിമാ നടന്റെ ഒരു ഇതുണ്ടായിരുന്നു, ആ ഒരു സ്റ്റൈലുള്ള ഭയങ്കര ചാമാണ്. അപ്പൊ പുള്ളിക്കാരനെ കാണാൻ പറ്റി. അപ്പൊ അത് മുംബൈയിലല്ലേ, മുംബൈയിൽ ഐഫോൺ ആപ്പിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഒഫീഷ്യൽ കിണ്ണ സ്റ്റോർ ആയിരുന്നു കേട്ടോ. ദുബായിൽ ഇതിനെക്കാട്ടിയും വലുതാണ്. പക്ഷെ ഇത് സൂപ്പർ സാധനം. ഇവിടെ 40 ലക്ഷം 50 ലക്ഷം രൂപയാണ് എന്റെ ഒരു മാസത്തെ റെന്റ്. 40 ലക്ഷം അവിടെ ചിലപ്പോ കുറവായിരിക്കും. ഒരുപാട് ഏരിയ ഉണ്ടാ ഈ ആപ്പിൾ സ്റ്റോറിന്. നമ്മളെ മറ്റേ ജിയോ സെന്റർ ഇല്ലേ, അതിന്റെയൊക്കെ അടുത്തായിട്ടൊക്കെ അല്ലേ വരുള്ളൂ. നല്ല റിച്ച് ഏരിയ ആണ്. പക്ഷേ എടാ എന്ത് റിച്ച് ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാടാ. ചില സ്ഥലങ്ങൾ ചെല്ലുമ്പോ ഊള നാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഡ്രെയിനേജ് എന്ന് പറഞ്ഞ നാറ്റം വരൂലേടാ. ഒരു ഗേറ്റിന് നമ്മളിങ്ങനെ അവിടെ ഒന്ന് ടാക്സിയിൽ ഇറങ്ങി തുറന്നകത്ത് വരുമ്പോൾ ഭയങ്കര നാറ്റം കേട്ടോ, ഡ്രെയിനേജ് നാറ്റമാണെന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ ഈ ബദ്ബു ക്യൂ ആ റहा है എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓ ഭയ്യ ബാരിഷ് തോടാ സാ ഹുവാ था മിट्टी की खुशबू है. കേരളത്തിൽ നിന്ന് പറഞ്ഞ എന്റെ അടുത്ത് മണ്ണിന്റെ മണമല്ലേ, മണ്ടടിച്ച് മുളക് ഇവിടെ മണ്ണിന് വളക്കൂറിന് വേണ്ടി നമ്മൾ മിട്ടിക്ക് കുശുബു. എന്നിട്ട് അവിടെ ചെന്ന് ആപ്പിൾ സ്റ്റോറിൽ കയറി ഒരു കലക്കി. എടാ അവിടെ സർവീസ് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോടാ, ഭയങ്കര നമ്മളെ ടേക്ക് കെയർ ചെയ്യും. നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത്, ഇതാണ്, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റിക്വയർമെന്റ് എങ്കിൽ ഇതിന് പറ്റിയ പ്രോഡക്റ്റ് ഇതാണ്, കംപ്ലീറ്റ് A to Z എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അങ്ങനെയുള്ള വിലയൊക്കെ MRP ആയിരിക്കും. ഓഫർ ഒന്നുമില്ല, എനിക്കറിഞ്ഞൂടെ, ചിലപ്പോൾ ദീപാവലിക്കൊക്കെ കാണുമായിരിക്കും. ഇത്രയും വാടക കൊടുക്കുന്നതുകൊണ്ട് ഓഫർ ഇടാൻ വഴിയില്ല. ഓഫർ ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോകണം. ഇവരൊക്കെ പ്രീമിയം കസ്റ്റമേഴ്സ് എന്നുള്ള എക്സ്പീരിയൻസിനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റും ഒരു സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ല, എല്ലാ സാധനവും കിട്ടും. ഇപ്പൊ ആപ്പിളിന്റെ തന്നെ വെബ്സൈറ്റിനകത്ത് നമ്മൾ പോകുമ്പോഴത്തേക്ക് അവരുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും അവിടെ ഡിസ്പ്ലേയിലും ഉണ്ട്, സാധനം കിട്ടുകയും ചെയ്യും. മറ്റേ ആപ്പിൾ വാച്ചിന്റെ ചില സ്ട്രാപ്പ് ഒന്നും നമുക്ക് ഓൺലൈൻ കിട്ടത്തില്ലല്ലോ, അപ്പൊ അതൊക്കെ ഇവരുടെ അവൈലബിൾ ആയിട്ട് റെഡിലി അവൈലബിൾ ആയിട്ട് കാണും. പിന്നെ ഒരു ഡിസ്പ്ലേയിൽ അവിടെ ആപ്പിളിൻ്റെ വർക്ക്ഷോപ്പ് പോലെ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരൊക്കെ വന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ അവരിങ്ങനെ ട്യൂട്ടോറിയൽ കൊടുക്കും, ഇന്ന സർവീസ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കും. എല്ലാം നമുക്ക് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ആ നല്ലൊരു എക്സ്പീരിയൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സർവീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ദുബായ് പോയപ്പോഴത്തേക്കും ഷനേലില്ലേ, ഷനേൽ ഒരു ബ്രാൻഡ്, അത് അവർ ഒരു മൾട്ടി പ്രോഡക്റ്റ് ഉള്ള ഒരു ബ്രാൻഡാണ്. അപ്പം ഈ ഷനേൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ വെറുതെ ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ സാധനം പറഞ്ഞ് മറ്റേ സ്നേഹ ചേച്ചിയായിട്ട് വന്നപ്പോൾ നമ്മൾ ഇവിടെ കയറി കുറെ സാധനമൊക്കെ മേടിച്ചായിരുന്നു. ഒരു പെണ്ണ് വന്നിട്ടാണ് ഞങ്ങളുടെ അടുത്ത് ചാറ്റ് ചെയ്ത് തുടങ്ങി, സംസാരിച്ച്. അവിടെ സെയിൽസ് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അവർ അകത്ത് വന്നിട്ടാണെങ്കിൽ ആർ യു പ്ലാനിങ് ഓൺ ബൈയിങ് സംതിങ്, യു ബോത്ത് ഐ ഹാവ് ഹെൽപ്ഡ് യു ബിഫോർ റൈറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ്, മൈ ഫസ്റ്റ് ടൈം ഇൻ ദുബായ്. എന്നിട്ട് അവരുടെ സ്വീറ്റ് ആയിട്ട് കാര്യമൊക്കെ മാറ്റിയിട്ട് സെയിൽസ് ഭയങ്കര കാര്യം കേട്ടാ. എന്നിട്ട് വേർ ആർ യു ഫ്രം, ഞാൻ പറഞ്ഞു ഇന്ത്യ. ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു കം ടു ഇന്ത്യ. എന്നിട്ട് കേരളത്തിനെ കുറിച്ച് ചോദിക്കണത്, വീട് എവിടെയാണ്, ഞാനെന്നോട് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്നെ ബേസ് ചെയ്താണ്. അപ്പൊ ഞാൻ സംസാരിച്ചു, ഞാൻ ഇത്ര വലിയ സംഭവം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വരുവേടാ. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു, ഒടുക്കത്തെ പൈസ അതിൻ്റെയൊക്കെ പെർഫ്യൂമിന്, അല്ലെങ്കിൽ ഞാൻ 2 എണ്ണം വാങ്ങി പോക്കറ്റ് ഇട്ടുണ്ടോ. പക്ഷേ എടാ ഇനി ഞാൻ പോവുകയാണെങ്കിൽ ആ സെയിൽസുകളിനെ ഞാൻ കണ്ടുപിടിച്ച് അവരടുത്ത് പോയി സാധനം വാങ്ങിക്കും. അത്ര ഭയങ്കര രീതിയിൽ അവര് സെയിൽസിനെ കുറിച്ച് ഒരു പ്രാവശ്യം പോലും ഒരു മിണ്ടിയില്ലെന്നുള്ളതാണ് അതിൻ്റെ അപ്പുറം വലിയ സംഭവം. സാധനം വാങ്ങണമെന്നോ വിൽക്കണമെന്നോ ഒന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു ദിസ് വുഡ് റിയലി സൂട്ട് യു എന്ന് പറഞ്ഞ് 2 അടി അടിച്ചു തന്നല്ലാതെ അവർ സാധനം വാങ്ങണമെന്നോ, ആർ യു പ്ലാനിങ് ഓൺ പർച്ചേസിങ് ആണെന്നോ ഇല്ല വിൻഡോ ഷോപ്പിംഗ് ഒന്നും ചോദിച്ചില്ല.
അത് ഇന്ത്യ ആണ്, ഇന്ത്യൻ അല്ല ആണ്. അവര് മൊറോക്കൻ ആയിരുന്നു. അത് മിസ്സായി പോയി ഇന്ത്യക്കാരിയാണ്. ഇന്ത്യക്കാരിയാണെങ്കിൽ ഇന്ത്യയിൽ വരണമെന്ന് പറയും. ശരിയാണ്. അപ്പൊ അത് ഭയങ്കര സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മള് സെയിൽസ് നമ്മൾ നോർമലി കാണുന്നത് ഇത് ഹൈ എൻഡ് സെയിൽസ്. നമ്മളെടുത്ത് പ്രോഡക്റ്റിനെ കുറിച്ച് പറയാതെ തന്നെ അവർ നമ്മളുടെ ഉള്ളിൽ പ്രോഡക്റ്റ് വാങ്ങണമെന്നൊരു ആഗ്രഹം ഉത്ഭവിപ്പിച്ച്. അതാണ് ഇത്. നിനക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പോ നിനക്ക് അവിടെ വാങ്ങിക്കണം തോന്നിയില്ലേ ഇപ്പം? എനിക്ക് തോന്നി അതാണ്. അപ്പൊ അവരതിൽ സക്സസ്ഫുൾ ആയിരുന്നു. കാരണം അവർ വിൽക്കുന്ന പ്രോഡക്റ്റിനോടല്ല അവരോട് നമുക്കൊരു ഇത് തോന്നി, ഒരു അറ്റാച്ച്മെന്റും. ഇവര് പറയുന്നത് ശരിയായിരിക്കും, നമ്മൾ ഇത്രത്തോളം മനസ്സിലാക്കുന്ന ഒരാളാവുമ്പം നമ്മളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് നൈസ് ആയിരിക്കും എന്നൊരു തോന്നല്. ക്രഷ് ഇല്ല ഇല്ല, അവരെ കാണാൻ വേണ്ടി ഒന്ന് പോണോ, ചെറിയൊരു സ്പാർക്ക് ഇല്ലാതില്ല. ഞാൻ വിചാരിച്ചു അവൻ മറ്റേ ഇത് പ്രോഡക്റ്റിന് നല്ലതല്ല അങ്ങനെ എന്തോ പറയാൻ വേണ്ടി അങ്ങനെ ക്രഷ്. അല്ല, ഈ സെയിം സംഭവം യവന്മാര് റെഡ് ബുൾ അങ്ങനെയാണ് ചെയ്യണം. അവരുടെ പേജിൽ അവരുടെ പ്രോഡക്റ്റ് ഒന്നും ഇല്ല. പക്ഷെ അവരുടെ വേറെ ലൈഫ് സ്റ്റൈൽ, അല്ല അതെ, ഒരു അഡ്വഞ്ചർ ലൈഫ് സ്റ്റൈലാണ് അവർ പ്രൊമോട്ട് ചെയ്യണത്. പിന്നെ നീ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറിയായിരുന്നു, ലുലു. അവിടുത്തെ ലുലു അടിപൊളി. നമ്മുടെ ഇവിടുത്തെ കണക്ക് തന്നെ ഏകദേശം. കാണാനൊക്കെ പ്രോഡക്റ്റുകളൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ അവരുടെ ബ്രാൻഡുകൾ. ബട്ട് കാണാനൊക്കെ ഏകദേശം നമ്മുടെ ഇവിടെ ഉള്ള അതേ സ്റ്റൈലിൽ തന്നെയാണ് അടുക്കിയേക്കണം കാര്യങ്ങളൊക്കെ. എടുക്കാൻ പറ്റുള്ളൂ. അല്ല എടാ ജപ്പാനിലാണെങ്കിലേ ഇതെല്ലാം മറ്റേ മോട്ടറൈസ്ഡ് ആണ് സാധനങ്ങളൊക്കെ. ജപ്പാനിലുള്ള ഒരു സാധനം കണ്ടടാ, നമുക്ക് തന്നെ ഷേക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഇവര് ഫ്രോസൺ ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ, അതെല്ലാം കൂടെ ഒരു ക്യാനിന്റെ അകത്ത് നമ്മൾ പെപ്സി വാങ്ങിക്കില്ലേ അതേപോലെ സാധനത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ കോയിൻ ഇടുമ്പം അത് തുറക്കും, എന്നിട്ട് നമുക്ക് ഏത് ഇതാണെന്ന് നോക്കിയിട്ട് എടുത്ത് അവിടെ തന്നെ ഈ ഷേക്ക് അടിക്കാനുള്ള ഒരു മെഷീനുണ്ട്, അത് നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് ഷുഗർ എന്താന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്തിട്ട് ഷേക്ക് ചെയ്തു. ഒരു ഇൻട്രോവേർട്ടുകളുടെ ഡ്രീം ലാൻഡ് ആണ് ജപ്പാൻ. സൂപ്പർ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ കൊണ്ടുവന്ന നല്ലത്, ഒരാളുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാതെ നിനക്ക് എല്ലാം അവിടെ ചെയ്യാൻ പറ്റും. റെസ്റ്റോറന്റിൽ തന്നെ ചെന്നാൽ തന്നെ ഒരാൾക്ക് ഇരിക്കാനുള്ള ക്യൂബിക്കിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത എനിക്ക് പോവാൻ എന്റെ ഡ്രീം ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലേ, അതിന് അഡാപ്റ്റബിൾ ആയിട്ടാണ് ഇപ്പൊ ഇടാ. അവിടെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഭൂമി ഉൽക്കം കണ്ടിട്ട് ഒരു സിങ്ക് ഹോൾ വന്നേ, 2 ദിവസം കൊണ്ട് എങ്ങാണ്ട് അവർ പാച്ച് ചെയ്ത് അവിടെ റോഡ് ആക്കിയിട്ട് അവരുടെ പണിക്ക് പോയി. ഇവിടെ ഒരു സിങ്ക് ഹോൾ വന്നു, പാച്ച് ചെയ്തെന്ന് തോന്നുന്നു ഇൻഫീരിയർ ഫ്രണ്ടില്. അവര് വെള്ളത്തിന് വേണ്ടി തുറന്നപ്പോഴത്തേക്കും ഞാൻ മുടിവെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ചേട്ടാ അവിടെ ഭൂമി ഉലുക്കും തറ തുറന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഭൂമി ഉലുക്കും, ഇറങ്ങി ഓടണോ, പാതി താടി ഇവിടെ വെട്ടി, ഇവിടെ മീശയും വെട്ടി. ഞാൻ ആലോചിച്ചു ഓടണോ. അപ്പൊ ഞാൻ ഇങ്ങനെ വാട്സാപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ആൾക്കാരിട്ടൊക്കെയില്ല, അത് പൈപ്പ് വാട്ടർ അതോറിറ്റി തുറന്നേണത്. മേശയുടെ അടിയിലിരുന്ന് അല്ല ബാക്കി വെട്ട്. അയ്യോ, ജപ്പാൻ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. നല്ല കൾച്ചറൊക്കെ ഭയങ്കര റിച്ച് കൾച്ചർ. ഇനി അടുത്തത് ജപ്പാനിലേക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥലം ജപ്പാനാണ്. തായ്ലൻഡിൽ പോകണമെന്നൊന്നുമില്ല, നമ്മള് തായ്ലൻഡിൽ പോകണമെന്നുണ്ട്. തായ് ഫുഡ് ഭയങ്കര സംഭവമാണ്, സ്ട്രീറ്റ് ഫുഡ് എല്ലാരും പറയാറുണ്ട്. തായ് ഫുഡ് നല്ലതാണ്. തായ് ഫുഡ് മാത്രം തന്നെയാണ് നീയൊക്കെ പോണത്. ചൂരലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അവരൊക്കെ തായ് ഫുഡിനാണല്ലോ പോയത്, നമ്മള് തായ് ഫുഡിന് തന്നെ പോണത്. മറ്റേ സിംഹങ്ങളൊക്കെ തൊട്ടുകൊണ്ടിരിക്കാം, അതൊന്നും നമ്മള് പോകില്ല. അത് മൃഗങ്ങളെ നിങ്ങൾ അവിടെ പോയിട്ട് അത് പോവൂല. പോണോ? കടുവനെ തൊടാൻ നീ വരണില്ലേ? അല്ല പോവൂല. അവിടത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം അതാണ്, ക്രൂരതയാണ്. മറ്റേ കൊരങ്ങന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം. കൊരങ്ങന്റെ കൂടെ നീ മനുഷ്യമൃഗത്തിന് സ്പീഷീസ് മാറി ഇപ്പൊ അങ്ങോട്ടാണോ അതിന്റെ? തായ്ലൻഡില് മസാജ് ഉണ്ട്. ആണോ? ആ കൊരങ്ങനൊക്കെ അവിടെ ഒരു ഒറാങ്കൂട്ടലുണ്ടെന്ന്, അതെന്റെ ഒരു ഫെറ്റിഷാണ്. അതാണ് ഈ മാതിരി വൃത്തിയായിട്ട പരിപാടി. സെൽഫി ഇത് പെണ്ണുങ്ങളെ വേറെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, സീരിയസ് ആയിട്ട്. അത് ചിരിക്കൊക്കെ പ്രസ് ചെയ്ത് വിടും. അതാണ് ഞാൻ പുതുക്കി വിടുമെന്ന് മലയാളത്തിൽ പറഞ്ഞത്.
ഓ അതായിരുന്നു. പ്രസ് ചെയ്ത് വിടുമെന്ന്. അയ്യോ. ആ അപ്പം തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യാം. അത് എവന് നമുക്ക് സ്ട്രീറ്റ് ഫുഡ്, പിന്നെ ഫുക്കറ്റ്, മസാജ് ഒന്നും പോണ്ടേടാ എനക്ക്. മസാജ് അവിടെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കയറി നോക്കി നോക്കാം എന്താണ് നോക്കാം. ഫുക്കറ്റ് എന്തിന്? അതൊരു സ്ഥലം, അതല്ലേ ഒരു മലയൊക്കെ, മല പോലത്തെ ഒരു മറ്റേ പ്രകൃതി രമണീയമായ. ഓ മനസ്സിലായി, ബോട്ട് ചെയ്യണം. മറ്റേ അവതാറിലെ പോലെ. ആ അത് തന്നെ, ഒരു സാധനം മാത്രം പൊങ്ങിക്ക. അല്ല മല. സോറി മൈ ഡർട്ടി മൈൻഡ്. അയ്യോ. അപ്പം തായ്ലൻഡിൽ പോവാം. നിങ്ങളെപ്പോ പോണ? ഞാനും വരാടാ. പ്ലാൻ ഇട്. നമ്മളെന്തായാലും കുറച്ച് താമസിക്കുക, എന്നാലും പോകും. നമ്മള് കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ചോദിക്കുന്നുണ്ട് ആൾക്കാരുടെ. കുടുക്കയിൽ പൈസ ഇട്ടോണ്ടിരിക്കണം. ഓ കുടുക്ക എവിടെ എന്നിട്ട്? കൊടുക്ക വാങ്ങിച്ചില്ല. ഞാൻ അവരുടെ പറഞ്ഞു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇപ്പോഴേ ഇടാം. എടാ ഞാൻ പറയടാ, നിങ്ങള് ഹാരിസിക്ക വിളി. ഹാരിസിക്ക നല്ല രീതിയിൽ ട്രിപ്പ് സെറ്റ് ചെയ്തല്ലേ. ഹാരിസിക്ക പണ്ട് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. മറന്നോ എന്തോ പറഞ്ഞത് മറന്നോടെ. ഇക്ക പറഞ്ഞ നമ്മളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാ ശരിയാ. പാസ്പോർട്ട് ഉണ്ടല്ലോ എല്ലാവരും. പാസ്പോർട്ട്. ഈ 2023 ഞാൻ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കണത്. 3 ട്രിപ്പ് അടിച്ചത് 23 മുമ്പേ പോവാനുള്ളായിരുന്നു. 2 പ്രാവശ്യം ദുബായ്, ഒരു മലേഷ്യ മറന്നു. ഞാൻ സത്യം പറഞ്ഞ മലേഷ്യന്ന് ഡയറക്റ്റ് തായ്ലൻഡ് പോയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ സ്നേഹ ചേച്ചി വിളിച്ച് തള്ളക്കി വിളിച്ചു, അങ്ങേരെ വീട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ ഞാൻ പഞ്ഞിക്കിടുവന്ന്. അയ്യോ അണ്ണനാണെങ്കിൽ ഞാൻ തായ്ലൻഡ് പറയുമ്പോ റെഡി, ശരി, ഓയിലൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് പോവാം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് സ്നേഹയുടെ അടുത്ത് നീ ഒന്ന് സംസാരിച്ചേക്കണം കേട്ടോ. പിന്നെന്താണ വിളിച്ചു. അയ്യോ എന്തായാലും വൈബ് സാധനമായിരുന്നടാ. ട്രിപ്പ് വൈബായിരുന്നു. പക്ഷെ ഡാൻസ് ബാർ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ. അതും ഫുഡും ആയിരുന്നു എനിക്ക് ഹൈലൈറ്റ്. എൻ്റെ ബാച്ചലർ പാർട്ടിക്ക് എല്ലാവരും ഇതുപോലെ ഒരു ഡാൻസ് ബാറിൽ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം എനിക്ക് അവിടെ വെച്ച് വന്നു. ദുബായ് എന്ന് പറഞ്ഞില്ല, ഡാൻസ് ബാർ പറഞ്ഞു. മിക്കവാറും അവിടെ ബാക്കിൽ ടാർപ്പാളം കെട്ടിയിട്ട് ഒരു ദിൽപ്പനടിയില്ലേ, ഡാൻസ് ബാർ നോക്കുമ്പോഴത്തേക്കും മറ്റേ കവറിൽ വെള്ളം അവിടെ മറ്റേ റമ്മൊക്കെ മറ്റേ കവറിൽ കിട്ടി നോക്കുമ്പോ നാരായണ കുട്ടിയെ കറക്കണം കുപ്പി വെച്ചിട്ട് മറ്റേ ഹരിശ്രീചകം വരൂലേ മറ്റേ പട്ടാഭിഷേകത്തില്, അതുപോലെ ആയിരിക്കും നാരായണ കുട്ടി കൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് ഡാൻസ് ബാർ. അല്ല ദുബായ് എന്ന് വെച്ചപ്പോ എപ്പിസോഡ് എക്സ്ക്ലൂസീവ് വീഡിയോസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പോഡ്കാസ്റ്റ് എൻഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ ഒരു ഇന്റർനാഷണൽ തലത്തിലുള്ള കഥകൾ ഉണ്ടായിരുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. അതെ അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. അതെ എന്നാലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലവ് യു ഗൈസ്. ഉമ്മ കോഡ് അൽ ദുബായ് അൽ ദുബായ് എന്ന കമന്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മനസ്സിലായി നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിച്ച് ലാസ്റ്റ് വന്ന് കണ്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ചെയ്യരുത്, മൊത്തം കാണണം പോടാ. അപ്പൊ ഇനി എന്തെങ്കിലും അടിയുണ്ടോ ദാസ? അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഇൻലെസ് പോഡ്കാസ്റ്റ് അടിപൊളി എപ്പിസോഡ് എന്നെ ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ, ഞാൻ അഖിൽദാസ്, ഞാൻ വിനു, ഞാൻ ശ്രീകാന്ത്, and we are signing out.